പ്രിയമുള്ളവരെ, ഏവർക്കും മതം വിട്ടവരുടെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മതം വിട്ടവർക്ക് ധാരാളമുണ്ട് സമൂഹത്തോട് വിളിച്ചു പറയാൻ. ഒരു നല്ല പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടിയാൽ അവർ പറയേണ്ടതുപോലെ കൃത്യമായി പറയുകയും ചെയ്യും. സാഹചര്യങ്ങളുടെ അവസരങ്ങളുടെ അഭാവം മാത്രമാണ് ഇന്നുള്ളത്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതവിമർശനം നടത്തിയതിന്റെ പേരിൽ, എന്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ പോലും മനുഷ്യനെ കഴുത്തുവെട്ടാൻ മടിയില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരിൽ നിന്നാണ് നല്ലൊരു വിഭാഗം ആൾക്കാർ മതം ഉപേക്ഷിക്കുന്നത്. അവർക്ക് ജീവന് ഭീഷണിയുണ്ട്, ജീവിതത്തിന് വിഘാതങ്ങളുണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് മതം ഉപേക്ഷിച്ചവനാണെങ്കിൽ. കാരണം മതം ഉപേക്ഷിച്ചവരെ ഒരു മനുഷ്യനായി പോലും ആൾക്കാർ കാണുന്നില്ല. ആശയങ്ങൾ മുട്ടുമടക്കുന്നിടത്ത് വ്യക്തിഹത്യയും തേജോവധവും ചെയ്യാൻ എന്തിന് വൃദ്ധരായ മാതാപിതാക്കളെയും നിഷ്കളങ്കരായ പ്രായപൂർത്തിയാകാത്ത മക്കളെ പോലും മതവിമർശനം നടത്തിയവർക്കെതിരിൽ വിമർശിക്കപ്പെടുന്നു. അവർ പുറത്തു കൊണ്ടുവരുന്നു. കുട്ടികളാണെന്നോ വൃദ്ധരാണെന്നോ ഒന്നും നോക്കാതെ എന്താണ് പ്രശ്നം, ഇവരെ പ്രകോപിപ്പിക്കുന്ന വിഷയം എന്താണ്, ഇവർ കരളിന്റെ കഷ്ണമായി സ്നേഹിക്കുന്ന പ്രവാചകനെ സംബന്ധിച്ച് എന്താണ് യുക്തിവാദികൾ പറഞ്ഞു പിടിപ്പിക്കുന്നത്? യുക്തിവാദികൾ പറയുന്നത് ഇവർ നെഞ്ചോടടുക്കി പിടിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ഭീകര തീവ്ര ചിന്താഗതിക്കാരായ ഒരു വിഭാഗത്തിൽ നിന്നും, ഇപ്പോ ഹിന്ദു മതത്തിൽ നിന്നും ഒരാള് മതം വിട്ടാൽ ഒരു ചുക്കും ഇവിടെ സംഭവിക്കില്ല. ക്രിസ്ത്യൻ മതത്തിൽ നിന്നും വിട്ടാലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഇസ്ലാം മതമാണ് അവൻ ഉപേക്ഷിക്കുന്നതെങ്കിൽ അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ സമൂഹത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ. ഞാൻ മതം ഉപേക്ഷിച്ച ആളാണ്. കോഴിക്കോട് വന്നു. ഒരു വാടക വീട് കിട്ടാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ചില വീടുകളൊക്കെ കിട്ടിയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ മാറാൻ പറഞ്ഞ വീടുകളുണ്ട്. അഡ്വാൻസ് കൊടുത്തിട്ട് മടങ്ങി വരുമ്പോൾ ഉടനെ വിളിച്ചിട്ട് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വീട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്. വർഷം പൂർത്തിയാകാതെ തന്നെ, അതായത് 11 മാസത്തേക്കാണല്ലോ എഗ്രിമെന്റ് ചെയ്യുക, അതിനു മുമ്പ് തന്നെ മാറ്റിവിട്ടിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് സ്കൂളുകളിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മതം വിട്ടവരുടെ മക്കളായതിന്റെ പേരിൽ. അപ്പോ ഇത്തരത്തിൽ ഒരുപാട് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്ന വിഭാഗമാണ് ഇസ്ലാം മതത്തിൽ നിന്നും യുക്തിബോധത്തിലേക്ക് വരുന്നവർ. ഈ സാഹചര്യത്തിൽ മതം വിട്ട് എനിക്ക് പറയാൻ ധാരാളമുണ്ട് എന്ന് ബാക്കി വെച്ച ഒരു വ്യക്തിയുണ്ട്. ഒരു വ്യക്തിയല്ല, പലരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചാനലിൽ ജാഫർ ചളിക്കോട് ഒന്നിലേറെ പുസ്തകങ്ങൾ എഴുതിയ, പല അവാർഡുകളും ലഭിച്ച, ഇസ്ലാമിനെ കുറിച്ച് ശക്തിയുക്തം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് എവിഡൻഷ്യലായിട്ട് സംസാരിക്കുന്ന ഒരു യുവാവും എഴുത്തുകാരനും ആണ് ജാഫർ. കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും ധാരാളം പുസ്തകങ്ങൾ എത്ര ദൂരെ പോയും ജാഫർ കളക്ട് ചെയ്യുകയും വായിക്കുകയും പഠിക്കുകയും സംശയമുണ്ടെങ്കിൽ ആരോടും എവിടെയും തുറന്നു ചോദിക്കാനും മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് ജാഫർ. ജാഫറിന് പറയാൻ ഒരുപാടുണ്ട് നമ്മോട്. അപ്പോൾ ജാഫറിനെ കുറിച്ച് പറയാൻ ധാരാളമുണ്ടത് ജാഫർ തന്നെ പറയട്ടെ, നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം. ജാഫറിന്റെ മതം വിട്ട എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പലരും ആവശ്യപ്പെട്ടിരുന്നു 2ാം എപ്പിസോഡ് ജാഫറിൻ്റെത് ഉടനെ തന്നെ തുടങ്ങണമെന്ന്. കാരണം ജാഫർ പല വിഷയവും ആധികാരികമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആദ്യമായി ജാഫറിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ജാഫറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടി ഉൾപ്പെടുത്തിയേക്കാം. ജാഫറിനെ അറിയുന്നവരും അറിയാത്തവരുമായി ധാരാളം ആൾക്കാർ നമ്മുടെ ചാനലിലൂടെ ജാഫറിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതിൽ കുടുംബക്കാരുണ്ടാകും, സുഹൃത്തുക്കളുണ്ടാകും, നാട്ടുകാരുണ്ടാകും, ശത്രുക്കളുണ്ടാകും, വ്യക്തിവിരോധമുള്ളവരുണ്ടാകും. എന്തു തന്നെ ആയാലും ജാഫർ ആ ഇന്റർവ്യൂവിന് ശേഷം ജാഫറിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നൊന്നറിയാൻ താല്പര്യമുണ്ട്. നമ്മുടെ ചാനലിൽ വന്ന ഇന്റർവ്യൂ അല്ലേ, ഞങ്ങളൊക്കെ കണ്ടതല്ലേ. അപ്പോൾ നമ്മളൊക്കെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം ജാഫർ ധീരമായി സംസാരിക്കുന്നു, വ്യക്തമായി സംസാരിക്കുന്നു, സ്പഷ്ടമായി സംസാരിക്കുന്നു. ഖുർആൻ നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന വാചകത്തിൽ തന്നെ വ്യക്തമാണ്. കാരണം ഇന്ന അധ്യായം ഇത്ര നമ്പർ എന്ന് പറയണമെങ്കിൽ നല്ല അറിവ് അനിവാര്യം തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ ഒരു എക്സ്പീരിയൻസ് ആകട്ടെ തുടക്കം എന്ന് ആഗ്രഹിക്കുന്നു. പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് ടീച്ചർ.
ഒരുപക്ഷെ മതകർമ്മങ്ങൾ വേണ്ടത്ര അനുഷ്ഠിക്കാത്തവനാണ് എന്ന് മാത്രം മനസ്സിലാക്കിയ പലരും ഇപ്പോഴാണ് ഞാനൊരു മതനിഷേധിയാണെന്ന് അറിയുന്നത്. ഇതുവരെ കണ്ടു ചിരിക്കാറുണ്ടായിരുന്ന പലരുടെയും മുഖം എന്നെ കാണുമ്പോൾ വക്രിക്കുന്നത് കാണുന്നു. പലരും വിളിക്കുന്നു. എൻ്റെ നാട്ടിൽ കവലകളിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നു. എല്ലാവരും എന്നെ നരകത്തിൽ പോവേണ്ടി വരുന്നൊരു കാഫറായി കണ്ട് വേദനിക്കുന്നു. ഈ വിമർശിക്കുന്നവർ, ഈ തെറി വിളിക്കുന്നവർ എപ്പോഴെങ്കിലും ഈ വിശുദ്ധ കിതാബുകൾ തുറന്ന് നമ്മൾ പറയുന്നത് അതിലുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വിമർശിച്ചാൽ കഴിവുണ്ടായിരുന്നു. പക്ഷെ അവരത് ചെയ്യില്ല. കാരണം പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്തത്ര ജനിച്ച ഉടനെ തൊട്ട് തലച്ചോറിൽ മത വൈറസുകൾ കുത്തി നിറച്ച് ചിന്തയെ തായിട്ട് പൂട്ടിയവരാണ് അവർ. നമ്മൾ പറയുന്നത് കേട്ട് സഹിഷ്ണുതയോടെ ഒന്ന് വിചിന്തനം ചെയ്യാൻ പോലും അവർ തയ്യാറല്ല. കേട്ടാൽ പോലും പൊട്ടിപ്പോകുന്നത്ര ദുർബലമാണ് അവരുടെ വിശ്വാസം. ഏറ്റവും നല്ലത് തങ്ങളുടേതാണെന്നും അതിൽ എല്ലാം പൂർണ്ണമാണെന്നും അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. മറ്റുള്ളതൊന്നും അവർ കാണുന്നേയില്ല. അവരെ പറഞ്ഞിട്ട് കാര്യവുമില്ല. ഖുർആനും ഹദീസും ഒക്കെ വായിച്ച് മനസ്സിലാക്കുന്നവരെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ആരോ പറഞ്ഞു തന്നതെല്ലാം ശരിയാണെന്ന് ഞാനും വിശ്വസിച്ചു. ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ തന്നെ ഞാനും വിശ്വസിച്ചു. വിളിച്ചു കൂവി നടന്നു. പൈസ ചിലവാക്കി മക്കത്ത് പോയി ഉംറ വരെ നിർവഹിച്ചു. ഞാൻ പറഞ്ഞല്ലോ, EP സുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാനെന്ന്. മാത്രമല്ല എൻ്റെ ബാപ്പ ഒരു മുസ്ലിയാരാണ്, ബാപ്പയുടെ ഏട്ടൻ മുസ്ലിയാരാണ്, ബാപ്പയുടെ ബാപ്പ മുസ്ലിയാരാണ്, ബാപ്പയുടെ ഭാര്യയുടെ ബാപ്പ ജമാഅത്തെ ഇസ്ലാമിൽപ്പെട്ട ഒരു മൗലവിയാണ്. അപ്പോൾ എന്നിൽ മതം എത്രമാത്രം ആഴത്തിൽ വേരോടിയെന്നും ആ അവസ്ഥയിൽ നിന്ന് ഞാൻ മാറണമെങ്കിൽ എന്നിൽ വന്ന ചിന്തയുടെ സ്പാർക്ക് എത്ര വലുതാണെന്നും ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് പേർ വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. ഖുർആൻ വായിച്ച് അതൊരു ദൈവിക ഗ്രന്ഥമല്ലെന്നും പൊട്ടത്തര കഥകളാണെന്നും പലർക്കും അറിയാമെന്നും എന്നെപ്പോലെ തുറന്നു പറയാൻ പേടിയുള്ളത് കൊണ്ടാണ് പറയാത്തതെന്നും പലരും പറഞ്ഞു. മലപ്പുറത്തുള്ള ഒരു നല്ല വിശ്വാസി ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു. 2 മാസം മുമ്പ് അയാൾ ഖുർആൻ മലയാള പരിഭാഷ വായിച്ചത്രേ. ലോകം ഉണ്ടാക്കുന്നതിന് മുന്നേ, ജിന്നുകളെയും മിൻസുകളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചതെന്ന് പറയുന്ന ആ വിശുദ്ധ ഗ്രന്ഥം വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയായിരുന്നു അത്ര അയാൾ വായിച്ചത്. വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ വിശ്വാസത്തിൻ്റെ കാറ്റ് പോയത്രേ. മുഹമ്മദ് നബിയുടെ കാമമോഹങ്ങളും വീട്ടുപ്രശ്നങ്ങളും തീർക്കാൻ നടക്കുന്ന, അതിനൊത്ത് ആയത്തുകൾ ഇറക്കാൻ തക്കം നോക്കി നടക്കുന്ന മുഹമ്മദ് നബിയുടെ കാര്യസ്ഥനായ ഒരു ദൈവത്തെയാണ് അയാൾ ഖുർആനിൽ കണ്ടതത്രേ. സമൂഹത്തിലെ ഒറ്റപ്പെടൽ ഭയന്ന് തുറന്നു പറയാൻ പേടിച്ച് അയാൾ വിശ്വാസിയായി സമൂഹത്തിൻ്റെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഖുർആൻ വായിച്ച, ഹദീസ് വായിച്ച, ഫിഖ് ഗ്രന്ഥങ്ങൾ വായിച്ച അസംഖ്യം മുസ്ലിങ്ങളുടെ സ്ഥിതി തന്നെയാണെന്ന്. പണ്ടൊക്കെ അയാൾ പറഞ്ഞ് കാശുണ്ടാക്കിയിരുന്ന മുസ്ലിംമാർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞ് കിടന്നുരുളേണ്ട, സോപ്പിട്ട് കുളിപ്പിക്കേണ്ട കാര്യം വന്നിരിക്കുന്നു. മുസ്ലിം യുവതലമുറ വായിക്കാനും മനസ്സിലാക്കാനും ചോദ്യം ചോദിക്കാനും തുടങ്ങി. ബുദ്ധിമുട്ടൊന്നുമില്ലാതെ, ചോദ്യങ്ങൾ നേരിടാതെ മതം വിറ്റ് കാശാക്കുന്ന പുരോഹിതവർഗം ഇപ്പോൾ വിയർക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എത്ര വ്യാഖ്യാനിച്ച് വെളുപ്പിച്ചാലും ഇതൊന്നും വെളുക്കില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഇത്തരം വൃത്തികേടുകൾ യുക്തിവാദികളുടെ കിതാബുകളിലല്ല, മറിച്ച് ഖുർആനിലും ഹദീസിലും ഫിഖ് ഗ്രന്ഥങ്ങളും തന്നെയാണ് എഴുതി വെച്ചതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്താണ് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫത്ഹുൽ മൊയ്ൻ ഞാൻ വായിക്കുന്നത്. ലജ്ജ തോന്നി എനിക്ക്. ഒരു ഉളുപ്പുമില്ലാതെ ഈ ആധുനിക കാലത്തും ഇത്രമാത്രം വൃത്തികേടുകൾ പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തെ ഓർത്ത്, അടിമകളെ വിൽക്കുന്നതും വാങ്ങുന്നതും പണയം വെക്കുന്നതും ഭോഗിക്കുന്നതും മുർത്തതിനെ വെട്ടിക്കൊല്ലുന്നതും പിഞ്ചുകുഞ്ഞിനെ വിവാഹം കഴിക്കുന്നതും അതിനുവേണ്ട മാനദണ്ഡങ്ങളും വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലുന്നതും തുടങ്ങി എത്രമാത്രം മനുഷ്യത്വരഹിതമായ വൃത്തികേടുകളാണ് ഇവിടെ വിരിക്കുന്നറിയാമോ. പക്ഷേ ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഇതൊന്നും അവരുടെ ഇടയിൽ പോലും നടപ്പിലാക്കുന്നില്ല എന്നാണ് കൗതുകരം. അവർക്ക് തന്നെ ഒരു പരിധിവരെ അറിയാം ആധുനിക മനുഷ്യർക്കിടയിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ഗോത്രകാല സദാചാരത്തിൻ്റെ വിവരക്കേടുകളാണ് ഇതെല്ലാം എന്ന്. ഈ വിവരക്കേടുകൾ കാണുമ്പോഴാണല്ലോ നമ്മളെപ്പോലുള്ളവർ വിമർശനവുമായി വരുന്നത്. നമുക്കറിയാം, പൊതുവിൽ ഇസ്ലാം മതവിശ്വാസികൾ പറയാറുള്ളത്, ധാർമ്മികത ഇത്രത്തോളം കൂട്ടിയിട്ടിരിക്കുന്ന മതം വേറെയില്ല എന്നാണ്. സമാധാനത്തിൻ്റെയും ധാർമ്മികതയുടെയും അടുക്കും ചിട്ടയുമുള്ള, നിഷ്ഠയുള്ള, അതിർവരമ്പുകളുള്ള ജീവിതമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് എന്നാണ് പൊതുവിലുള്ള തള്ളുകൾ. അങ്ങനെ നോക്കുമ്പോൾ ജാഫർ ഇസ്ലാം ഒഴിവാക്കിയ, അതായത് യുക്തിവാദിയായ, ഇസ്ലാം മതത്തിൽ നിന്നും യുക്തിവാദികളായ പലരും പറയാറുണ്ട്, കുത്തഴിഞ്ഞ ജീവിതം. അതെന്ത് ജീവിതമാണെന്ന് ജീവിക്കുന്നവർക്കേ അറിയൂ. അത്തരത്തിൽ അതിരുകളില്ലാത്ത, വിലക്കുകളില്ലാത്ത ഒരു ജീവിതത്തിനു വേണ്ടിയാണ് മതം ഉപേക്ഷിക്കുന്നത് എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ജാഫറും അത്തരത്തിൽ തോന്യാസിയായി ജീവിക്കാനാണ് മതം ഉപേക്ഷിച്ചത് എന്ന് വിശ്വാസികൾ പറഞ്ഞാൽ താങ്കൾക്ക് എങ്ങനെയാണ് അതിനെ നിഷേധിക്കാൻ സാധിക്കുന്നത്? വളരെ നല്ല ചോദ്യം.
ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ എനിക്ക് കൂടുതൽ സമയം വേണ്ടിവരും. കാരണം ഇസ്ലാം എന്ന മതം ധാർമ്മികതയിൽ കെട്ടിപ്പൊക്കിയതാണോ എന്നും അതിന്റെ പ്രവാചകൻ ധാർമ്മികപരമായി ജീവിച്ച ആളാണോ എന്നും കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിച്ച ആളായിരുന്നോ അല്ലേ എന്നും പരിശോധിക്കേണ്ടി വരും. 11 ഭാര്യമാരും അസംഖ്യം വെപ്പാട്ടികളും സ്വന്തം ശരീരം ദാനം ചെയ്തവരുമായി 40-ലധികം സ്ത്രീകളുണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക്. അതിനു പുറമെ അസംഖ്യം അടിമ സ്ത്രീകൾ, യാത്രാവേളയിലെ മുത്തലാ വിവാഹം എന്ന വ്യഭിചാരം, ഇതെല്ലാം നാം പരിശോധിക്കേണ്ടി വരും. സമാധാനമായി തന്നെ സമാധാനത്തിന്റെ മതം സ്ഥാപിക്കാൻ കഴിവുള്ളവനാണ് മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹ് എന്നിരിക്കെ മുഹമ്മദ് നബി നേരിട്ട് നടത്തിയ 29ഓളം യുദ്ധങ്ങളും സൈന്യത്തെ അയച്ച് നടത്തിയ 70ഓളം യുദ്ധങ്ങളെക്കുറിച്ചും അതിൽ കൊന്നു തള്ളിയ അസംഖ്യം മനുഷ്യരെക്കുറിച്ചും പിടിച്ചടക്കിയ അടിമകളെയും കൊള്ള ചെയ്ത സ്വത്തുക്കളെക്കുറിച്ചും നമുക്ക് സംസാരിക്കേണ്ടി വരും. പാവപ്പെട്ട തന്റെ സൃഷ്ടികളായ മനുഷ്യരെ കൊന്ന് അവരുടെ സ്വത്തുക്കളിൽ അവകാശവാദം ഉന്നയിക്കുന്ന അള്ളാഹു എന്ന അല്പനായ മുഹമ്മദ് നബിയുടെ കാര്യസ്ഥനായ ദൈവത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും. ഇത്രയൊക്കെ ഇവിടെ പറഞ്ഞിട്ടും ചെയ്തിട്ടും മതി വരാതെ മരണാനന്തരം അവിടെ പോയി മാരടം തൊടുത്ത വിശാല നയനങ്ങളുള്ള മലമൂത്ര വിസർജനമില്ലാത്ത 72 ഹൂറികളെയും മുട്ടുപോലുള്ള ബാലന്മാരെയും മദ്യപ്പുഴകളെയും കുറിച്ച് പറഞ്ഞ് മോഹിപ്പിച്ച് തന്റെ ഇംഗിതത്തിനായി അനുചരന്മാരെ കൊണ്ട് വാളെടുപ്പിച്ച കൊലവിളി നടത്തിയ പ്രവാചകനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും. നിങ്ങൾ പറഞ്ഞ മതധാർമ്മികതയിൽ മുങ്ങിക്കുളിക്കുന്ന ഇസ്ലാം രാജ്യത്ത് തീരെ ഇല്ലാതെ പോയ സമാധാനത്തെയും സന്തോഷത്തെക്കുറിച്ചും അവ വേണ്ടുവോളം അനുഭവിക്കുന്ന മതരഹിത രാജ്യങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കേണ്ടി വരും ടീച്ചർ. 3-ാമത്തെ സൂറത്തായ ആലു ഇമ്രാനിലെ 31-ാമത്തെ ആയത്തിൽ മുഹമ്മദ് നബി ഇങ്ങനെ പറയുന്നു: നിങ്ങൾ അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക, അപ്പോൾ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. 33-ാമത്തെ സൂറത്ത് അൽ ഹസാബ് 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു: സംശയമില്ല, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ മികച്ച മാതൃകയുണ്ട്. 68:4 നീ മഹത്തായ സ്വഭാവത്തിനുടമ തന്നെ, തീർച്ച. എന്നാൽ 33 അൽ ഹസാബിൽ തന്നെ 50-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു: സത്യവിശ്വാസികൾക്ക് പൊതുവായ ബാധകമല്ലാത്ത നിനക്കു മാത്രമുള്ള നിയമമാണെന്ന് പറഞ്ഞ് സെക്സിന്റെ വിഷയം എത്തുമ്പോൾ നിങ്ങൾ ആരും നബിയുടെ മാതൃക പിൻപറ്റരുത് എന്നാണ് പറയുന്നത്. അതായത് ഒരു നേതാവിന് വേണ്ട പല ഗുണങ്ങളും മുഹമ്മദ് നബിയിൽ ഇല്ല എന്നും എന്നാൽ ഒരു നേതാവിന് വേണ്ടാത്ത പല ഗുണങ്ങളും മുഹമ്മദ് നബിയിൽ ഉണ്ട് എന്നും സാരം. സൂറത്ത് 33 അൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്ത് ഞാനൊന്ന് വായിക്കാം. നബിയെ, നീ വിവാഹമൂല്യം നൽകിയ നിന്റെ പത്നിമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തുന്നവരെ നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വെടിഞ്ഞ് പാലായനം ചെയ്തെത്തിയ നിന്റെ പിതൃവ്യ പുത്രിമാർ, പിതൃ സഹോദരി പുത്രിമാർ, മാതൃ സഹോദര പുത്രിമാർ, മാതൃ സഹോദരി പുത്രിമാർ എന്നിവരെയും അനുവാദമുണ്ട്. സത്യവിശ്വാസിയായ സ്ത്രീ സ്വന്തം ശരീരം പ്രവാചകന് ദാനം ചെയ്യുകയും അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയുമാണെങ്കിൽ അതിനും വിരോധമില്ല. സത്യവിശ്വാസികൾക്ക് പൊതുവായി ബാധകമല്ലാത്ത നിനക്ക് മാത്രമുള്ള നിയമമാണിത്. നിനക്ക് ഒന്നിലും ഒരു പ്രയാസവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് നാം പെങ്ങന്മാരെന്ന് കരുതുന്ന പിതാവിന്റെ സഹോദരന്റെ മക്കള്, സഹോദരിയുടെ മക്കള്, മാതാവിന്റെ സഹോദരന്റെ മക്കള്, സഹോദരിയുടെ മക്കള്, നബിയുടെ കൂടെ ഹിജ്റ പോയ സകല സ്ത്രീകളെയും അള്ളാഹു അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ഇവിടെ വിവാഹം ചെയ്യാൻ എന്നൊരു പരിഭാഷകരുടെ വെള്ളം ചേർക്കലാണ്. അങ്ങനെയെങ്കിൽ നിന്റെ പത്നിമാരെയും അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തിയ അസംഖ്യം അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. എന്നാൽ അവർക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിലും ശരി, അവരുടെ സമ്മതമില്ലാതെ തന്നെ അവരെ ഇഷ്ടം പോലെ ഉപയോഗിക്കാമെന്ന് 4:24 അള്ളാഹു പറയുന്നു. ഇതിനൊക്കെ പുറമെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു പെണ്ണ് സ്വന്തം ശരീരത്തെ നബിക്ക് ദാനം ചെയ്യാൻ തയ്യാറായാൽ അതിനും അള്ളാഹു അംഗീകാരം കൊടുക്കുന്നു. അതായത് ഉമ്മയും പെങ്ങളുമല്ലാത്ത സകല സ്ത്രീകളെയും നബിക്ക് അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്നു എന്ന് സാരം. ഇതിനൊക്കെ അള്ളാഹു കാരണം പറയുന്നതോ പ്രവാചകന് ഒന്നിലും ഒരു പ്രയാസവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്നാ പറയുന്നത്. സത്യവിശ്വാസികൾക്ക് പൊതുവായി ബാധകമല്ലാത്ത നിനക്ക് മാത്രമുള്ള നിയമമാണെന്ന് പ്രത്യേകം പറയുന്നു. അതായത് ഒരു നേതാവ് അനുയായികൾക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. എന്നാൽ ഇവിടെ ഒരു നേതാവിന് ഒരു നിയമവും അനുയായികൾക്ക് മറ്റൊരു നിയമമാണ് അള്ളാഹു എന്ന മുഹമ്മദിന്റെ ഫേക്ക് ഐഡി കൽപ്പിക്കുന്നത്. ഈ ആയത്തിറങ്ങിയപ്പോൾ ആയിഷയ്ക്ക് ഏകദേശം കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ആയിഷയുടെ പ്രതികരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഹദീസ് പരിശോധിച്ചാൽ കാണാം, താങ്കളുടെ ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് താങ്കളുടെ റബ്ബ് വല്ലാതെ ധൃതി കൂട്ടുന്നല്ലോ എന്നാണ് ആയിഷ പറയുന്നത്. ആയിഷ ഇവിടെ ഉദ്ധരിച്ച വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. താങ്കളുടെ റബ്ബ് എന്നാണ് പറയുന്നത്. വിശ്വാസികളോട് 4 എണ്ണം മാത്രം കെട്ടിക്കൊള്ളാൻ പറയുന്നു. തനിക്ക് എത്ര വേണമെങ്കിലും കെട്ടാമെന്ന് ആയത്തിറക്കുന്നു. ഭാര്യമാരോട് നീതി പുലർത്താൻ വിശ്വാസികളോട് പറയുന്നു. എന്നാൽ സൂറ 33:51 നബിക്ക് ഭാര്യമാരോട് ഒരു നീതിയും പുലർത്തേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു. ആയത്ത് ഞാനൊന്ന് വായിക്കാം. ഭാര്യമാരിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ളവരെ നിനക്ക് അകറ്റി നിർത്താം, നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് അടുപ്പിച്ച് നിർത്താം. ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തിയ ശേഷം അടുപ്പിച്ച് നിർത്തുന്നതിലും നിനക്ക് കുറ്റമില്ല. അവരുടെ കണ്ണുകൾ കുളിർക്കാനും അവർ ദുഃഖിക്കാതിരിക്കാനും നീ അവർക്ക് നൽകിയതിൽ അവർ തൃപ്തരാകാനും ഏറ്റവും പറ്റിയതാണ്.
ഒരാളെ അകറ്റി നിർത്തിയാലും നബിക്ക് ഒരു കുഴപ്പമില്ല. മറ്റനേകം പേരുടെ അടുത്ത് പോകാനുണ്ടല്ലോ. പ്രവാചകന്റെ ഭാര്യമാർ പരസ്പരം കലഹിപ്പിച്ചപ്പോൾ അള്ളാഹു അവരോട് മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഒഴിവാക്കി നിങ്ങളെക്കാൾ നല്ല സ്ത്രീകളെ ഞാൻ നബിയെ കൊണ്ട് കെട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സൂറ 66:5. അത് ഞാനൊന്ന് വായിക്കാം. പ്രവാചകൻ നിങ്ങളെയൊക്കെ വിവാഹം മോചനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പകരം അള്ളാഹു അദ്ദേഹത്തിന് നിങ്ങളെക്കാൾ നല്ല ഭാര്യമാരെ നൽകിയേക്കാം. മുസ്ലിങ്ങളും സത്യവിശ്വാസികളും ഭയഭക്തരും പശ്ചാത്തപിക്കുന്നവരും ആരാധനാനിരതരും വ്രതനിഷ്ഠരും വിധവകളുമായ കന്യകളുമായ സ്ത്രീകളെ എന്നാണ് പറയുന്നത്. ഒരു ഹദീസിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഒരിക്കൽ പ്രവാചകൻ ഒരു സദസ്സിലിരിക്കുമ്പോൾ അതുവഴി ഒരു ജൂതന്റെ മൃതദേഹം വഹിച്ചു കൊണ്ടുപോകുന്നു. പ്രവാചകൻ അവിടെ എഴുന്നേറ്റു നിന്നു. എന്തിനാണെന്ന് അനുചരന്മാർ ചോദിച്ചപ്പോൾ ആ മൃതദേഹത്തെ ഞാൻ ബഹുമാനിച്ചതാണ് എന്ന് പറയുകയുണ്ടായി. അത് ജൂതന്റെ ശരീരമല്ലേ എന്ന് പറഞ്ഞപ്പോഴും പ്രവാചകൻ അതിന് ന്യായീകരണമാണ് കണ്ടത്. അതായത് മൃതദേഹത്തോട് പോലും ആദരവ് കാണിച്ച പ്രവാചകൻ. അതുപോലെ ഒരു മനുഷ്യൻ ഒരു തുണിയിൽ പൊതിഞ്ഞൊരു പ്രാവിനെ കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതിനെ അഴിച്ചുവിടൂ, അതിന്റെ അമ്മ അതിനെ അന്വേഷിക്കുന്നുണ്ട്. ഉറുമ്പിനോട് പോലും കാരുണ്യം കാണിച്ച മാനവരിൽ മഹോന്നതനായ പ്രവാചകൻ. ആ പ്രവാചകൻ സമൂഹത്തിൽ ഉപേക്ഷിച്ചത് നല്ല സാമൂഹ്യ ബോധവും അന്യ മതത്തോടും അന്യ മനുഷ്യനോടും ഒക്കെ, മൃഗങ്ങളോടും എല്ലാ പക്ഷി ജീവജാലങ്ങളോടും ഒക്കെയുള്ള ആദരവും കാരുണ്യവും അങ്ങനെ കവിഞ്ഞൊഴുകുന്ന ഒരു സാമൂഹ്യ ജീവിതമാണ് പ്രവാചകൻ വിഭാവനം ചെയ്തത് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ശരിക്കും പ്രവാചകന്റെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച്, പ്രബോധനത്തെക്കുറിച്ച്, ഒരു മാനുഷിക പരിഗണനയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അറിയുന്നത്? ഇതിൽ കുറെ ശരികളുണ്ട്. അത് മുഹമ്മദ് നബി മക്കയിൽ പ്രബോധനം നടത്തിയ കാലത്തിറങ്ങിയ മക്കിയ സുഹൃത്തുക്കൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശാന്തനായ ഒരു വ്യക്തിയുടെ പ്രബോധനങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം ആയത്തുകൾ ഇറക്കുന്ന ഒരു അള്ളാഹുവിനെയാണ് നാം കാണുക. മതത്തിൽ ആരും ചേരാത്തതിന് പരിതപിക്കുന്ന, പായാരം പറയുന്ന, പുരാതന കഥകൾ നിരന്തരം ആവർത്തിച്ച് പറയുന്ന ഒരാളെയാണ് കണ്ടെത്താൻ കഴിയുക. എന്നാൽ നബി മദീനയിലെത്തി ആളും അർത്ഥവും കുമിഞ്ഞുകൂടിയ ശേഷം തീർത്തും മേഘാധിപതിയായ രക്തദാഹിയായ ഒരാളുടെ ചരിത്രമാണ് ദർശിക്കാൻ കഴിയുക. യുദ്ധങ്ങളുടെ, നിഷ്ഠൂരമായ കൊലകളുടെ, പിടിച്ചടക്കലിന്റെ പരമ്പര തന്നെയാണ് പിന്നെ നടക്കുന്നത്. സമാധാനത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഗോത്രങ്ങളെ മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് നിരന്തരം ആക്രമിച്ച് കൊന്നുകൂട്ടിയെടുത്ത കൊള്ളമുതിരുകളും ആയുധങ്ങളും വലിയൊരു സൈന്യവും കയ്യിൽ വന്നപ്പോൾ ഈ മനുഷ്യന്റെ സമാധാന രീതികളെല്ലാം കാറ്റിൽ പറന്നു എന്നതാണ് ചരിത്രം. ഉദാഹരണം, മക്കയിൽ ഇറങ്ങിയ 16-ാമത്തെ സൂറത്തായ അന്നഹലിലെ 125-ാമത്തെ ആയത്ത് നമുക്കൊന്ന് നോക്കാം. യുക്തി കൊണ്ടും സതുപദേശം കൊണ്ടും നീ ജനത്തെ നിന്റെ നാഥന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക, ഏറ്റവും നല്ല നിലയിൽ അവരുമായി സംവാദം നടത്തുക. എന്നാൽ മദീനയിൽ ഇറങ്ങിയ ചില സൂറത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 4-ാമത്തെ സൂറത്തായ അൻ-നിസായിലെ 84-ാമത്തെ ആയത്ത് നമുക്കൊന്ന് നോക്കാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ താങ്കൾ യുദ്ധം ചെയ്യുക, നിന്റെ സ്വന്തം കാര്യത്തിലല്ലാതെ ആരുടെ മേലും നിനക്കൊരു ബാധ്യതയുമില്ല. സത്യവിശ്വാസികളെ യുദ്ധം ചെയ്യാൻ താങ്കൾ പ്രേരിപ്പിക്കുക. മദനിയ സൂറത്തായ 8-ാമത്തെ സൂറത്ത് അൽ അൻഫാലിലെ 65-ാമത്തെ ആയത്ത്, നബിയെ സത്യവിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക. 9-ാമത്തെ സൂറത്തായ അത്തൗബയിലെ 39-ാമത്തെ ആയത്തിൽ പറയുന്നു, നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ തരികയും നിങ്ങളല്ലാതെ വല്ല ജനതയെയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും. ഈ സൂറത്തിൽ തന്നെ 123-ാമത്തെ ആയത്തിൽ പറയുന്നു, സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന നിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ കാർക്കശ്യം കാണട്ടെ. മേൽ പറഞ്ഞ ആയത്തുകൊണ്ട് തന്നെ നമുക്ക് മക്കയിലെ മുഹമ്മദിനെയും മദീനയിലെ മുഹമ്മദിനെയും അളക്കാൻ പറ്റും. അന്യമതസ്ഥനെ ബഹുമാനിക്കുന്ന ആളായിരുന്നു മുഹമ്മദ് നബിയെങ്കിൽ മദീനയിൽ നിന്ന് സൈന്യവുമായി വന്ന മക്ക കീഴടക്കി നൂറ്റാണ്ടുകളായി ജൂതന്മാർ ആരാധിച്ചിരുന്ന കഅബയിലെ 360ഓളം വിഗ്രഹങ്ങൾ തച്ചു തകർത്ത് അവിടെ മുസ്ലിം ആരാധനാലയമാക്കി മാറ്റുകയായിരുന്നില്ല മുഹമ്മദ് നബി ചെയ്യേണ്ടിയിരുന്നത്. പകരം മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് ആരാധനാലയം പണിയുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കൊന്നും കൊലവിളിച്ചും തന്നെയാണ് സമാധാനത്തിന്റെ മതമായി ഇസ്ലാം പടുത്തുയർത്തിയത്. മുഹമ്മദ് നബി നേരിട്ട് നടത്തിയ 29ഓളം യുദ്ധങ്ങൾ, സൈന്യത്തെ വിട്ട് 70ഓളം യുദ്ധങ്ങൾ നടത്തി, ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളി. പിടിക്കപ്പെട്ടവർ ഒന്നുകിൽ മുസ്ലിം ആവുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക എന്നതായിരുന്നു നയം. അബൂ സുഫിയാനൊക്കെ മതം സ്വീകരിച്ചത് ഇസ്ലാമിന്റെ പവിത്രത കൊണ്ടല്ല, സ്വന്തം ജീവനിൽ കൊതികൊണ്ട് മാത്രമാണ്. മുഹമ്മദ് നബി ദൈവത്തിന്റെ പ്രവാചകനല്ലെന്നറിഞ്ഞിട്ടും പലരും ഇസ്ലാം സ്വീകരിച്ചത്.
അത് ഇന്നും അങ്ങനെ തന്നെയാണ്. താൻ അറിയാതെ തൻ്റെ താല്പര്യപ്രകാരമല്ലാതെ ജന്മം തൊട്ട് ഒരാൾ ഇസ്ലാമാവുന്നു, ജന്മം കൊണ്ട് മാത്രം. ഇതിൻ്റെ വിഡ്ഢിത്തങ്ങൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം വിശ്വാസിയല്ലാതാവുന്നു. പക്ഷേ ആ അവിശ്വാസിയെ മുർത്തതിനെ കൊല്ലണമെന്നാണ് ഇസ്ലാമിക നിയമം. മറ്റൊരു മതത്തിലും അങ്ങനെ നിയമമില്ല. മറ്റൊരു മതവും വേദഗ്രന്ഥവും പ്രവാചകനും അന്യമതസ്ഥരോടെല്ലാം മതസ്ഥരാകുന്നത് വരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നില്ല. മറ്റൊരു മതഗ്രന്ഥത്തിലും മറ്റു മതവിശ്വാസികളെ നരകത്തീരിട്ട് നിറക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളും സർവ്വവിഡിത്തങ്ങളാണെങ്കിൽ കൂടി ഇത്തരം തീവ്രവാദ സ്വഭാവവും അത് വിളംബരം ചെയ്യുന്ന ഒരു ഗ്രന്ഥവും അതിൻ പ്രകാരം ഇസ്ലാം ഉണ്ടായ അന്ന് മുതൽ ഇപ്പോഴും തുടരുന്ന ഭീകരവാദവും കൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ വിമർശിക്കേണ്ടി വരുന്നത്. ജൂതന്റെ മയ്യത്ത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്ന മുഹമ്മദ് നബി തന്നെ മദീനയിൽ മുഴുവൻ ജൂതരെയും കൊന്നൊടുക്കുകയോ നാട് കടത്തുകയോ ചെയ്തു. ബുഹാരി ഹദീസ് നമ്പർ 1537, അധ്യായം യുദ്ധങ്ങൾ. യുദ്ധത്തിൽ തോൽവി സമ്മതിച്ച് കീഴടങ്ങിയിട്ടും പിടിക്കപ്പെട്ട 700ഓളം വരുന്ന ബനൂ ഖുറൈളക്കാരായ പുരുഷന്മാരെ വലിയ കുയ്യുണ്ടാക്കി ജീവനോടെ കൊഴിച്ചുമൂടി. അവരുടെ അസംഖ്യം സ്ത്രീകളെയും കുട്ടികളെയും മുതലുകളെയും മുസ്ലിങ്ങൾക്ക് ഭാഗിച്ചു നൽകി. ക്രിസ്ത്യാനികളുമായും യൂതന്മാരുമായും കൂട്ടുകൂടരുതെന്നും അവരെ വിശ്വസിക്കരുതെന്നും അള്ളാഹു എന്ന ഫേക്ക് ഐഡിയിലൂടെ ആയത്തുകൾ ഇറക്കി. എന്തേ, അള്ളാഹു എന്ന ഒരു ദൈവം കാരുണ്യവാനായിരുന്നെങ്കിൽ, സമാധാനമാണ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ സ്വന്തം സൃഷ്ടികളായ മറ്റു മതസ്ഥരെ വെട്ടിക്കൊല്ലാതെ അവരുടെ മനസ്സിൽ അല്പം ഈമാനിട്ട് കൊടുത്ത് അവരെ മുസ്ലിങ്ങളാക്കാൻ കഴിയാതിരുന്നു. എന്നിട്ട് ഉളുപ്പില്ലാതെ താൻ തന്നെയാണ് അവിശ്വാസികളെ അങ്ങനെയാക്കിയതെന്നും മുഹമ്മദ് വിചാരിച്ചാൽ അവർ വിശ്വസിക്കില്ലെന്നും പറഞ്ഞ് അവരെ നരകത്തിലിട്ട് വറക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കൊടും കുറ്റവാളിയ അള്ളാഹു എന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അറിയില്ലേ നിങ്ങൾക്ക് ചരിത്രപ്രസിദ്ധമായ നഖ്ല കൊള്ള? മദീനയിലെത്തിയ പ്രവാചകനും തൻ്റെ കൂടെ പോന്ന മുഹാജിറുകൾക്കും അവിടുത്തെ താമസക്കാരെ അൻസാറുകളുടെ ഔദാര്യത്തിൽ കഴിയേണ്ടി വന്നു. അനുദിനം സാമ്പത്തിക പരാധീനതകൾ മുഹാജിറുകളെ പിടികൂടി. അക്കാലത്ത് അറബി ഗോത്രക്കാരുടെ ഇടയിൽ പെട്ടെന്ന് സമ്പന്നരാവാൻ സ്വീകരിച്ചിരുന്ന നിലവിലുള്ള രീതി മറ്റു ഗോത്രക്കാരെ കൊള്ളയടിക്കുകയും അവരുടെ വസ്തുവകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നതായിരുന്നു. യസ്രിബിൽ, അതായത് മദീനയിൽ അപ്പോൾ താമസിച്ചിരുന്ന മുസ്ലിങ്ങൾക്കും മറ്റു പോംവഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അംർ ബിൻ ഹളറമിയുടെ നേതൃത്വത്തിൽ സ്വാർത്ഥവാഹക സംഘം ധാരാളം കച്ചവട സാധനങ്ങളുമായി സിറിയയിൽ നിന്നും മക്കയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടെന്ന വിവരം പ്രവാചകന് ലഭിച്ചു. അബ്ദുല്ലാഹിബ്നു ജയ്ഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മുഹാജിറുകൾ അവരെ ആക്രമിക്കുന്നതിനെ പ്രവാചകൻ നിയോഗിച്ചു. നെക്ല എന്ന സ്ഥലത്ത് അവർ പതിയിരുന്ന കച്ചവട സംഘത്തെ പെട്ടെന്ന് ആക്രമിക്കുകയും അവരുടെ നേതാവിനെയും മറ്റും വധിക്കുകയും അവരുടെ പക്കലുണ്ടായിരുന്ന മുഴുവൻ വസ്തുവകളും പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ വിജയകരമായ സാഹസത്തെയാണ് നെക്ല കൊള്ള എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. ഇതായിരുന്നു മുസ്ലിങ്ങളുടെ ആദ്യത്തെ കൊള്ള. ഈ പ്രവൃത്തി ഖുറൈശികൾക്കിടയിലും മറ്റു ഗോത്രങ്ങൾക്കിടയിലും വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞ 4 മാസങ്ങളിൽ ഒന്നായിരുന്നു ഇത് നടന്നത് എന്നാണ് അതിന് കാരണം. ഇതിന്റെ പ്രവർത്തന ഫലമായി ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് തന്നെ കുറച്ചു കാലത്തേക്ക് അനിശ്ചിതാവസ്ഥയുണ്ടായി. എന്നാൽ പ്രവാചകന്റെ അനുയായികളുടെ സാമ്പത്തിക നിലയും യുദ്ധമുതലിന്റെ വലിപ്പവും കണ്ട് അള്ളാഹു തന്നെ ഇതിനനുകൂലമായി സൂറത്ത് 2:217 ആയത്തുകൾ ഇറക്കി പ്രശ്നം പരിഹരിച്ചു. നെക്ലക്കൊള്ളയ്ക്ക് ശേഷം ഖുറൈശികളുടെയും മറ്റ് ഗോത്രങ്ങളുടെയും കച്ചവട സംഘത്തെ പല വട്ടം ആക്രമിക്കുകയും വസ്തുവകകൾ പിടിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് മുസ്ലിങ്ങളുടെ സാമ്പത്തിക നില കൂടുതൽ ഭദ്രമാക്കുകയാണ് ഉണ്ടായത്. ഈ കൊള്ളകൾ പ്രവാചകനും അനുയായികൾക്കും കൂടുതൽ അധികാരങ്ങൾ കൈക്കലാക്കാനും അതുവഴി മുഴുവൻ അറേബ്യയുടെയും മേൽക്കോയ്മ നേടിയെടുക്കാനും വഴിയൊരുക്കി. പിന്നീട് മദീനയിലെ ജൂതന്മാരെ മുഴുവൻ നാട് കടത്തുകയും കൊന്നും അവരുടെ വലിയ സമ്പത്ത് കൈക്കലാക്കി പ്രവാചകനും അനുയായികളും ശക്തമായ സാമ്രാജ്യം സ്ഥാപിച്ചു. ഇസ്ലാം എന്ന് പറഞ്ഞ മതം ഒരുപാട് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മതമാണ്. അതായത് മദ്യം ഹറാമാണ്, വ്യഭിചാരം തെറ്റാണ്. പൊതുവെ യുക്തിവാദികൾക്ക് ഇത് രണ്ടും തെറ്റല്ല എന്നാണ് അത്രേ പറയാറുള്ളത്. അപ്പോൾ ഇത്തരം അതിർവരമ്പുകൾ വെക്കുന്നത് കൊണ്ട് തന്നെയല്ലേ ഇസ്ലാമിനോട് യുക്തിവാദികൾക്ക് വലിയ പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ഇസ്ലാം കുത്തഴിഞ്ഞ ഒരു ജീവിതമല്ല വിഭാവനം ചെയ്യുന്നത്. തോന്നിയതുപോലെ ജീവിക്കാനൊന്നും ഇസ്ലാം മതത്തിൽ പറ്റില്ല. അവന് മദ്യപാനവും വ്യഭിചാരവും പോലെ സാമൂഹ്യ ദ്രോഹമാകുന്ന, വ്യക്തിദ്രോഹവും കുടുംബദ്രോഹവുമാകുന്ന ഇത്തരം സ്വഭാവങ്ങളൊന്നും ഇസ്ലാം ഒരു തരത്തിലും അംഗീകരിക്കില്ല. കർശനമായ വളരെ ശക്തമായ ശിക്ഷാ നടപടികളും അതിരുകളുമാണ് ഇസ്ലാം ഇത്തരം കാര്യങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നത് എന്നാണ് പൊതുവിൽ മതവിശ്വാസികൾ പറയുന്നത്. മതവിശ്വാസികളുടെ ഈ തള്ളിനോട് താങ്കൾ എങ്ങനെ യോജിക്കുന്നോ വിയോജിക്കുന്നോ? യോജിക്കുന്നെങ്കിൽ എന്തുകൊണ്ട്? വിയോജിക്കുന്നെങ്കിൽ അതെന്തുകൊണ്ട്? ആർക്ക് കുത്തഴിഞ്ഞ ജീവിതം നയിക്കാതിരിക്കാൻ? സ്ത്രീക്കോ?
ഓക്കെ, ഇസ്ലാമിൽ ഇതൊക്കെ സ്ത്രീക്ക് തെറ്റായിരിക്കാം, പക്ഷേ പുരുഷന് തെറ്റാണോ? നമുക്ക് നോക്കാം. ഏത് കാലത്തും കള്ളും പെണ്ണുമാണ് കൂടുതൽ പുരുഷന്റെയും ബലഹീനത എന്നിരിക്കെ അത് കാട്ടിയാണ് അള്ളാഹു മുഹമ്മദ് നബിയും സ്വർഗം പോലും വാഗ്ദാനം ചെയ്യുന്നത്. ആ കാലത്ത് തന്നെ ഭാര്യമാരും വെപ്പാട്ടികളും അടിമകളും സ്വന്തം ശരീരം ദാനം ചെയ്തവരുമായി മുഹമ്മദ് നബിക്ക് ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. ആ കാലത്തെ പ്രവാചക അനുചരന്മാർക്കും കൂടുതലും 4 ഭാര്യമാരും അസംഖ്യം അടിമ സ്ത്രീകളും ഉണ്ടായിരുന്നു. യുദ്ധത്തിന് ആളെ കിട്ടാനുള്ള പ്രഥമ കാരണം യുദ്ധത്തിൽ നേടിയെടുക്കുന്ന ഖനീമത്തുകളിൽ മുഖ്യമായും സ്ത്രീകളാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ കാലത്തും ഇസ്ലാമിൽ നിലവിലുള്ള ഭാര്യമാരുടെ സമ്മതം പോലുമില്ലാതെ പുരുഷന് 4 എണ്ണം കെട്ടാം. മാത്രമല്ല, ഇസ്ലാമിൽ മുത്അ വിവാഹം എന്നൊരു ആചാരമുണ്ട്. ഒരു നിശ്ചിത സംഖ്യ പ്രതിഫലം നിശ്ചയിച്ച് ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അതിലധികം കാലത്തേക്കോ ഇങ്ങനെ വിവാഹമാകാം. ഇങ്ങനെ എത്ര സ്ത്രീകളെയും ഒരേ സമയത്ത് വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഈ ബന്ധം അവസാനിപ്പിക്കാൻ മൊഴി ചൊല്ലുകയൊന്നും ആവശ്യമില്ല. കാലാവധി കഴിയുന്നതോടെ ഈ വിവാഹബന്ധം അസാധുവാകുന്നു. വിവാഹബന്ധം നിലനിൽക്കുന്ന കാലത്ത് ചിലവിന് കിട്ടാനും പിന്തുടർച്ചയ്ക്കും ഭാര്യയ്ക്കേട്ട് അവകാശവുമില്ല. ഈ രീതിയിലുള്ള വിവാഹം നബിയുടെ കാലത്തും അബൂബക്കറിന്റെ കാലത്തും നിലവിലുണ്ടായിരുന്നു. ഈ കല്യാണത്തെ സാധൂകരിക്കുന്ന ഖുർആൻ ആയത്ത് 4-ാമത്തെ സൂറത്തായ അന്നിസായിലെ 24-ാമത്തെ ആയത്ത്. ഈ ആയത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. തൊട്ട് മുമ്പെയുള്ള ആയത്തിൽ ആരൊക്കെയാണ് ഒരാൾ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത എന്ന് വിവരിച്ച ശേഷം പറയുന്നു, ഭർത്തൃമതികളായ സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്, എന്നാൽ നിങ്ങളുടെ അധീനയിലുള്ള അടിമ സ്ത്രീകൾ അതിൽ നിന്ന് ഒഴിവാണ്. ഇതെല്ലാം നിങ്ങൾക്കുള്ള അള്ളാഹുവിന്റെ നിയമമാണ്. ഇവരല്ലാത്ത സ്ത്രീകളെല്ലാം വിവാഹമൂല്യം നൽകി നിങ്ങൾക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. നിങ്ങൾ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവരും വ്യഭിചരിക്കാത്തവരുമാകണം. അങ്ങനെ അവരിൽ നിന്ന് ദാമ്പത്യ സുഖം ആസ്വദിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള വിവാഹമൂല്യം നൽകുക. വിവാഹമൂല്യം തീരുമാനിച്ച ശേഷം നിങ്ങൾ അന്യോന്യം തൃപ്തിപ്പെട്ട് വല്ല വീഴ്ചയും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. ഇവിടെ വ്യഭിചാരവും മുത്അ വിവാഹവുമായി എന്ത് വ്യത്യാസമാണുള്ളത്? അതായത് വ്യഭിചാരം മഹാകുറ്റമാണെന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിൽ അത് രഹസ്യമായ പരസ്യമാണെന്ന് സാരം. പിന്നെ മുസ്ലിങ്ങൾ കഷ്ടപ്പെട്ട് ആരാധനകൾ ചെയ്യുന്നത് മരിച്ച് അവിടെ ചെന്ന് ഹൂറുകൾ നടത്തുന്ന വ്യഭിചാരശാലകളിലും ബാറുകളിലും പോകാനാണല്ലോ. സ്ത്രീകൾക്കാണല്ലോ അവിടെയും ഇവിടെയും ഒന്നുമില്ലാത്തത്. ഇനി എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരു അമുസ്ലിം സ്ത്രീയുമായി പരസ്പര സമ്മതത്തോടെ ബന്ധപ്പെട്ടു എന്നിരിക്കട്ടെ, അതായത് അത് വ്യഭിചാരമാണ്, ഹറാമാണ്, കൊടിയ ശിക്ഷ കിട്ടുന്ന കുറ്റവുമാണ്. എന്നാൽ ആ മുസ്ലിം വീട്ടുകാരോട് നിങ്ങൾ ഇസ്ലാം ആവണമെന്ന് പറയുകയും അതിന് വിസമ്മതിച്ചാൽ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയും അവരുടെ ഭർത്താവിനെയോ അച്ഛനെയോ സഹോദരങ്ങളെയോ കൊന്ന് അവളെ അടിമയായി പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ സമ്മതമില്ലെങ്കിൽ കൂടി അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ഹലാലാണ്. ഇതാണ് ഇസ്ലാമിക തത്വം, ഖുർആനിക തത്വം. ഇനി ടീച്ചർ മദ്യത്തെ പറ്റി പറഞ്ഞല്ലോ. ഖുർആനിൽ ആകെ 4 സ്ഥലത്താണ് മദ്യത്തെ പറ്റി പറയുന്നത്. അതിൽ മദ്യം എവിടെയും ഹറാമാക്കിയിട്ടുമില്ല. അതിൽ 2:219 പറയുന്നത് മദ്യത്തിൽ ഗുരുതരമായ കുറ്റമുണ്ട്, എന്നാൽ മനുഷ്യർക്ക് പ്രയോജനവുമുണ്ട് എന്നാണ്. 4:43 പറയുന്നു നിങ്ങൾ ലഹരി കഴിച്ച് നിസ്കരിക്കരുത് എന്ന്. 5:90-91 പറയുന്നത് മദ്യം പിശാചിൽ നിന്നുണ്ടാക്കുന്നതാണ് എന്നാണ്. അതേസമയം 47:15 പറയുന്നു സ്വർഗത്തിൽ ആസ്വാദകരമായ മദ്യ നദികളുണ്ടെന്ന്. ഈ പിശാചുണ്ടാക്കുന്ന ഈ വൃത്തികെട്ട സാധനം പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിൽ അനുവദനീയമാകുന്നത്? ഇനി നമുക്ക് നബിയുടെ ഭാര്യമാരെ ചിലരെ പരിചയപ്പെടുകയും അവരെ എങ്ങനെയാണ് പ്രവാചകൻ വിവാഹം ചെയ്യുന്നത് നോക്കാം. 1. ഖദീജ. മക്കയിലെ ധനാഢ്യായ കച്ചവട പ്രമാണിയായ സ്ത്രീയായിരുന്നു ഖദീജ. ഇഷ്ടം പോലെ സമ്പത്തും അധികാരവും സൈന്യവും ഉണ്ടായിരുന്നു ഖദീജക്ക്. ഖദീജ ജീവിച്ചിരിക്കുമ്പോൾ മുഹമ്മദ് നബി മറ്റൊരു വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല. അള്ളാഹു അതിനെ പറ്റി ആയത്തുകളൊന്നും ഇറക്കിയിട്ടില്ല. അതായത് മുഹമ്മദിനും അള്ളാഹുവിനും ഖദീജയുടെ സൈന്യത്തെയും പേടിയായിരുന്നു എന്ന് വേണം കരുതാൻ. ഖദീജയുടെ മരണശേഷം മദീനയിലെത്തി നബിക്ക് ആളും അർത്ഥവുമായപ്പോൾ പിന്നെ അങ്ങോട്ട് വിവാഹത്തിന്റെ ഒരു മെഗാ പരമ്പര തന്നെയാണ് പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എത്ര ബുദ്ധിമുട്ടിയാലും അതിനൊക്കെ അള്ളാഹു അപ്പോൾ ആയത്തുകൾ ഇറക്കി പ്രവാചകനെ ഈ കാര്യത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. ഈ അഖിലാണ്ട ബ്രഹ്മാണ്ടത്തെ പരിപാലിച്ചു പോറ്റേണ്ട ഒരു പടച്ചവൻ ഈ 23 വർഷക്കാലം മറ്റു പണിയൊന്നും ചെയ്യാതെ നബിയുടെ കാര്യസ്ഥനായി നിന്ന് നബിക്ക് എന്തെങ്കിലും കുറവുണ്ടോ, അതിനനുസരിച്ച് ആയത്തുകൾ ഇറക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കി നബിയുടെ അടുക്കളിലും മറ്റും കഴിഞ്ഞുകൂടുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് സൂറ 33:53 നമുക്കൊന്ന് നോക്കാം. വിശ്വസിച്ചവരെ, പ്രവാചകന്റെ വീടുകളിൽ അനുവാദമില്ലാതെ നിങ്ങൾ പ്രവേശിക്കരുത്. അവിടെ ആഹാരം പാകമാകുന്നത് പ്രതീക്ഷിക്കരുത്. എന്നാൽ നിങ്ങൾ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ അവിടേക്ക് ചെല്ലുക. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുക. അവിടെ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കരുത്. നിങ്ങളുടെ അത്തരം പ്രവർത്തികൾ പ്രവാചകന് പ്രയാസകരമാകുന്നുണ്ട്. എങ്കിലും നിങ്ങളോടത് തുറന്നു പറയാൻ പ്രവാചകൻ ലജ്ജിക്കുന്നു. എന്നാൽ അള്ളാഹു സത്യം പറയുന്നതിൽ ഒട്ടും ലജ്ജിക്കുന്നില്ല. പ്രവാചക പത്നിമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുന്നുവെങ്കിൽ മറക്കു പിന്നിൽ നിന്ന് മാത്രം ചോദിക്കുക. അതാണ് നിങ്ങളുടെയും അവരുടെയും ഹൃദയശുദ്ധിക്ക് ഏറ്റവും നല്ലത്. അള്ളാഹുവിന്റെ ദൂതനെ ശല്യപ്പെടുത്താൻ നിങ്ങൾക്ക് അനുവാദമില്ല. അദ്ദേഹത്തിന്റെ വിയോഗശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരെ ആരും വിവാഹം കഴിക്കാനും പാടില്ല. ഇതൊക്കെയും അള്ളാഹുവിങ്കൽ ഗൗരവമുള്ള കാര്യം തന്നെ.
തലക്കകത്ത് 5 പൈസയുടെ ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ഒരൊറ്റ ആയത്ത് മതി ഖുർആൻ വചനം അള്ളാഹുവിൽ നിന്നാണോ മുഹമ്മദ് നബിയിൽ നിന്നാണോ എന്ന് മനസ്സിലാക്കാൻ. ഇനി നമുക്ക് ആയിഷയിലേക്ക് വരാം. മുഹമ്മദ് നബിക്ക് 50 വയസ്സുള്ളപ്പോൾ 6 വയസ്സായ ആയിഷയാണ് കല്യാണം കഴിക്കുന്നത്. 44 വയസ്സിന്റെ പ്രായ വ്യത്യാസം. നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറ് മുഹമ്മദിന്റെ സുഹൃത്തും വലങ്കയുമായ അബൂബക്കർ സിദ്ദീഖ് മുഹമ്മദിന് അങ്ങോട്ട് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. അത് ശരിയാണോ എന്ന് നമുക്ക് ഹദീസ് വെച്ചൊന്ന് പരിശോധിക്കാം. IPH പുറത്തിറക്കിയ സഹീഹുൽ ബുഖാരി പേജ് നമ്പർ 678, അധ്യായം 70, ഹദീസ് നമ്പർ 1747. ഉറുവയിൽ നിന്ന് നബി അബൂബക്കറിനോട് ആയിഷ വിവാഹം അന്വേഷിച്ചു. അബൂബക്കർ പറഞ്ഞു, ഞാൻ താങ്കളുടെ സഹോദരനാണല്ലോ. അപ്പോൾ നബി പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനും അവന്റെ നിയമവും അനുസരിച്ച് താങ്കൾ എന്റെ സഹോദരൻ തന്നെ. അവൾ എനിക്ക് അനുവദനീയവുമാണ്. അതായത് നബി അങ്ങോട്ടാണ് വിവാഹം അന്വേഷിച്ചതെന്നും അത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് താങ്കൾ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ശരിയാണ്, പക്ഷെ അവൾ എനിക്ക് അനുവദനീയവുമാണ് എന്നാണ് നബി പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രപ്പോസലുമായി നബി അബൂബക്കറിനെ സമീപിക്കാനുണ്ടായ കാരണം ബുഹാരി പേജ് നമ്പർ 554, അധ്യായം 66, ഹദീസ് 1516 പ്രകാരം പറയുന്നു. ആയിഷയിൽ നിന്ന് നബി അവരോട് പറഞ്ഞു, 2 തവണ നിന്നെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. ആദ്യ തവണ നീ ഒരു പട്ടു തുണിയിൽ പൊതിഞ്ഞ അവസ്ഥയിലായിരുന്നു. എന്നോട് പറയപ്പെട്ടു, ഇത് നിന്റെ പത്നിയാണ്, തുണി നോക്കിക്കൊള്ളൂ. ഞാൻ നോക്കിയപ്പോൾ അത് നീയായിരുന്നു. ഉണർന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സ്വപ്നം അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണെങ്കിൽ അവനത് സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കരുതെന്ന് അനുയായികളെ പഠിപ്പിച്ച പ്രവാചകന് വേണ്ടി ഒരു പിഞ്ചു പെൺകുട്ടിയുടെ തുണി പൊക്കി മുഖം കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹു എന്ന ഒരു മാന്യൻ. അതുപോലെ നബി ആയിഷയെ കിട്ടുമ്പോൾ ആയിഷക്ക് 6 വയസ്സല്ല 18 വയസ്സായിരുന്നു എന്ന് ഇസ്ലാമിക വ്യാഖ്യാതകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിന് കാരണം പറയാറ് അക്കാലത്ത് ഒരു വയസ്സെന്നാൽ 3 ചന്ദ്രവർഷക്കാലമായിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ആയിഷക്ക് 18 വയസ്സാണെങ്കിൽ നബിക്ക് 3 × 80 150 വയസ്സായിരുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. വേണ്ട, അതിനും നമുക്ക് ഹദീസ് തന്നെ പരിശോധിക്കാം. ബുഹാരി പേജ് നമ്പർ 554, അധ്യായം 66, ഹദീസ് നമ്പർ 1515. ആയിഷയിൽ നിന്ന്, എനിക്ക് 6 വയസ്സായിരിക്കെ നബി എന്നെ വിവാഹം കഴിച്ചു. പിന്നീട് ഞങ്ങൾ മദീനയിൽ വന്നു. അൽ ഹാരിസ് ഇബ്നു ബസ്റജ് വംശജരുടെ അടുക്കലാണ് ഞങ്ങൾ താമസമാക്കിയത്. അങ്ങനെയിരിക്കെ എനിക്ക് പനി പിടിച്ചു. ഒരു ദിവസം എൻ്റെ ഉമ്മുറുമാൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഒരു ഊഞ്ഞാലിലാടുകയായിരുന്നു. എന്നോടൊപ്പം എൻ്റെ കൂട്ടുകാരികളുമുണ്ട്. ഉമ്മ എന്നെ ഉച്ചത്തിൽ വിളിച്ചു. ഞാൻ ഉമ്മയുടെ അടുത്തെത്തി. ഉമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അവരെന്റെ കൈ പിടിച്ച് വീട്ടുവാതികൾ കൊണ്ടുപോയി നിർത്തി. ഞാൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കിതപ്പ് അല്പം ശാന്തമായി. കുറച്ച് വെള്ളമെടുത്ത് ഉമ്മ എൻ്റെ മുഖവും തലയും തുടച്ചു. എന്നെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഏതാനും അൻസാരി പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. അവരെന്നെ ഇങ്ങനെ ആശംസിച്ചു, നിനക്ക് ക്ഷേമവും സൗഭാഗ്യവും ഉണ്ടാവട്ടെ, നന്മയിലായിക്കൊണ്ടാണ് നീ വന്നിരിക്കുന്നത്. ഉമ്മ എന്നെ അവരെ ഏൽപ്പിച്ചു. അവരാകട്ടെ എന്നെ അണിയിച്ചൊരുക്കി. പൂർവാഹന വേളയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആഗമനം എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു. അവരെന്നെ റസൂലിന്റെ അടുക്കലാക്കി. അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. അതായത് മുഹമ്മദ് നബി 6ാമത്തെ വയസ്സിൽ ആയിഷയെ കെട്ടി 9ാമത്തെ വയസ്സിൽ അറ കൂടി എന്ന് ഹദീസ് തന്നെ പറയുന്നു. അവർ ഒരുക്കിക്കൊണ്ട് പോകുമ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത ഊഞ്ഞാലിലാടുന്ന ഒരു കൊച്ചു കുട്ടിയാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ മുഹമ്മദ് നബിയെ മാതൃകയാക്കുന്നവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, മുഹമ്മദ് നബി എല്ലാ കാലത്തേക്കും മാതൃകയാണ്, മുഹമ്മദ് നബിയുടെ എല്ലാ പ്രവർത്തനങ്ങളും മാതൃകയാണ് എന്ന് പറയുന്നവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, 6 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞിനെ കല്യാണം കഴിച്ചവരുടെ പ്രവാചകൻ എന്തും മാതൃകയാണ് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അതിന് ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ന്യായം വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പക്വതയാണ് മാനദണ്ഡം എന്നാണ് അവർ പറയുന്നത്. 6 വയസ്സായ ഒരു പെൺകുട്ടിക്ക് എന്ത് ലൈംഗികമായ കുടുംബപരമായ പക്വതയാണ് കൈവരിക? ഇതൊക്കെ ആ കാലഘട്ടത്തിലെ ആചാരം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ലായിരുന്നു, അത് നമുക്ക് അംഗീകരിക്കായിരുന്നു. പക്ഷെ എന്നാൽ വിശ്വാസികൾ എല്ലാ കാലത്തേക്കും പിൻപറ്റേണ്ട ഒരു നേതാവിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോഴാണ് ധാർമ്മികതയുടെ ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നത്. ആത്മസുഹൃത്തായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൾ ഹഫ്സയെ നബി കല്യാണം കഴിച്ചു. മദീനയിൽ വെച്ച് മരണമടഞ്ഞ ഗുനൈസിന്റെ ഭാര്യയായിരുന്നു അവര്. വിധവയായ ഹഫ്സയെ അബൂബക്കറിനെ കൊണ്ട് കെട്ടിക്കാനും അബൂബക്കറിനെ കെട്ടാനും താല്പര്യം ഉണ്ടായിരുന്ന ഹദീസ് തന്നെ പറയുന്നു. എന്നാൽ അതിനു മുമ്പേ നബി അവളെ വിവാഹം അന്വേഷിച്ചു. ബുഹാരി ഹദീസ് 1533. പിന്നെ സൈനബ്. ഇതിനു മുമ്പ് ഞാൻ ഖുർആനിലെ ഒരു ആയത്ത് വായിക്കാം. 33ാമത്തെ സൂറത്ത് അൽ അഹ്സാബിലെ 37ാമത്തെ ആയത്ത്. അള്ളാഹു നീയും ഔദാര്യം ചെയ്തു കൊടുത്ത ഒരാളോട് നീ ഇങ്ങനെ പറഞ്ഞ സന്ദർഭം, നീ നിന്റെ ഭാര്യയെ നിന്നോടൊപ്പം നിർത്തുക, അള്ളാഹുവെ സൂക്ഷിക്കുക. അള്ളാഹു വെളിവാക്കാൻ പോകുന്ന ഒരു കാര്യം നീ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. നീ ജനങ്ങളെ പേടിക്കുകയും, എന്നാൽ നീ പേടിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. പിന്നീട് സെയ്ദ് അവളിൽ നിന്ന് തന്റെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ നാം അവളെ നിന്റെ ഭാര്യയാക്കി തന്നു.
തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്നുള്ള ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ അവരെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് ഒട്ടും വിഷമമുണ്ടാവാതിരിക്കാനാണിത്. ഈ ഒരു ആയത്ത് കൊണ്ട് തന്നെ ആ കാലത്ത് പലരും ഇസ്ലാം വിട്ട് പോയി എന്നാണ് ചരിത്രം. നമുക്ക് ചരിത്രം ഒന്ന് പരിശോധിക്കാം. സെയ്ദ് ബിൻ ഹാരിസ് എന്ന തന്റെ അടിമയെ ഖദീജ മുഹമ്മദിന് സമ്മാനിക്കുകയും പ്രവാചകൻ അയാളെ മോചിപ്പിക്കുകയും തനിക്ക് ആൺമക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ ദത്തുപുത്രനാക്കുകയും ചെയ്യുകയായിരുന്നു. അയാളെ കൊണ്ട് തന്റെ പിതൃ സഹോദരി ജയ്ഷിന്റെ മകളായ സൈനബി വിവാഹം ചെയ്തു കൊടുത്തു. അവരുടെ ദാമ്പത്യം സുഖകരമായി 1 വർഷം നീങ്ങിക്കൊണ്ടിരിക്കെ നബിക്ക് സൈനബിൽ അനുരാഗം തോന്നി. പ്രവാചകന് സൈനബിനോടുള്ള ഇഷ്ടം അറിഞ്ഞ് മൊഴി ചൊല്ലാനൊരുങ്ങുന്ന സെയ്ദിനോട് അതൊന്നും വേണ്ട, അവളെ നിന്നോടൊപ്പം നിർത്തുക എന്നൊരു വെറും വാക്ക് പറയുന്നു നബി. പ്രവാചകന്റെ ഈ ഇഷ്ടം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചത് കണ്ട് അപ്പോഴേക്ക് 7ാം ആകാശത്ത് നിന്ന് അള്ളാഹു ആയത്തിറക്കി കൊടുത്തു. ഈ കാര്യം ജനങ്ങളെ മുമ്പാകെ അവതരിപ്പിക്കാൻ പേടിയുള്ളത് കൊണ്ട് നീ ജനങ്ങളെ പേടിക്കേണ്ടതില്ലെന്നും അള്ളാഹുവിനെ പേടിച്ചാൽ മതിയെന്നും അള്ളാഹു ആയത്തിറക്കി. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ആകാശവും ഭൂമിയും മനുഷ്യരെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹു ലൗഹിൽ മഹ്ഫൂദിൽ എഴുതി വെച്ച ഒരു ഗ്രന്ഥത്തിലാണ് ഇത്തരം ആയത്തുകൾ എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. എത്ര പരിഹാസ്യകരമാണ് അല്ലേ? ഏതായാലും അങ്ങനെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ വിവാഹം കഴിക്കുന്നത് തെറ്റ് ഇല്ല എന്നത് ഒരു നിയമമാവുകയും ഇവിടെ ചെയ്തു. ഇതിലെ വലിയ തമാശ എന്ന് പറഞ്ഞാൽ അള്ളാഹു തലയെക്കെട്ടൊക്കെ കെട്ടി കാലിയാരായി നേരിട്ടിറങ്ങി വന്ന നബിക്ക് നേരിട്ട് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. നാം നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതുകൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയ വൃത്തികെട്ട ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ അറബികളുടെ ആചാരപ്രകാരം അവരുടെ ദത്തുപുത്രന്മാർക്ക് സ്വന്തം പുത്രന്മാർക്കുള്ളതുപോലെ സകല അവകാശങ്ങളുണ്ടായിരുന്നു. ഈ വിവാഹത്തോടു കൂടി മുഹമ്മദ് നബി തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് ഈ അവകാശങ്ങളൊക്കെ നിഷേധിക്കുകയും ഇസ്ലാമിൽ ദത്ത് സമ്പ്രദായം എന്ന നല്ലൊരു മാനുഷികമുള്ള ഏർപ്പാട് തന്നെ 33, 4, 5 എന്നീ ആയത്തുകൾ ഇറക്കി ഇല്ലാതാക്കുകയും ചെയ്തു. പിന്നെ ജുവൈരിയ, മുസ്തലാഖ് ഗോത്രത്തലവനായ ഹാരിസ് ബിൻ ലിറാറിന്റെ മകനും സഫ്വാന്റെ മുൻ ഭാര്യയുമാണ് ജുവൈരിയ. ഹിജ്റ 5ാം വർഷത്തിൽ ബനു മുസ്തലഖ് ഗോത്രം കീഴടക്കിയപ്പോൾ അവളെ തടവുകാരാക്കിയ സൈനികർക്ക് യുദ്ധമുതലിന്റെ ഭാഗമായി ലഭിക്കുകയാണ് ഉണ്ടായത്. ഒരു വലിയ തുക കൊടുത്താൽ അവളെ മോചിപ്പിക്കാമെന്ന് അവളെ ഭാഗിച്ച് കിട്ടിയ സൈനികൻ പറഞ്ഞെങ്കിലും ആ തുക കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ തുക കുറച്ച് കിട്ടുന്നതിനായി അവൾ പ്രവാചകനെ സമീപിച്ചു. അങ്ങനെ അവൾക്ക് മോചനം കിട്ടുമെന്ന് അവൾ ആശിക്കുകയും ചെയ്തു. പിന്നീട് എന്തുണ്ടായി എന്ന് ആയിഷ തന്നെ പറയുന്നു നോക്കാം. ആരെയും ആകർഷിക്കുന്ന അത്ര സൗന്ദര്യമുള്ളവളായിരുന്നു അവൾ. വീടിന്റെ മുമ്പിൽ അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനപ്രയാസം അനുഭവപ്പെട്ടു. കാരണം ദൈവദൂതന്റെ ദൃഷ്ടി അവളിൽ പതിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം അവളിൽ അനുരക്തനാവും. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. അവൾക്ക് അദ്ദേഹത്തിന് മുമ്പിൽ ചെല്ലാൻ അനുവാദം കിട്ടി. അവൾ പ്രശ്നം അവതരിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിന്റെ പ്രതിഫലം കൊടുത്തുകൊള്ളാം, നിന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു കൊള്ളാം. ജുവൈരിയ സമ്മതം മൂളി. ഇനി ഉമ്മു ഹബീബ, അബൂ സുഫിയാന്റെ മകളായിരുന്നു ഉമ്മു ഹബീബ. അന്ന് അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അബിസീനിയയിൽ വെച്ചു മരിച്ച ഉബൈദുല്ലാഹിബ്നു ജയ്ഷിന്റെ വിധവയാണ് ഇവര്. ഇതോടനുബന്ധിച്ച് നാം അറിയേണ്ട മറ്റൊരു കാര്യം, നബിയുടെ മകൾ ഫാത്തിമയുടെ ഭർത്താവ് അലി അബുൽ ഹക്കീമിന്റെ മകളെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ സ്ത്രീ മുസ്ലിങ്ങളുടെ ശത്രുവിന്റെ മകളാണെന്ന് പറഞ്ഞ് നബി തടയുകയാണ് ഉണ്ടായത്. ഉടനെ അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബയെ നബി കല്യാണം കഴിച്ചതിനെ പറ്റി ചോദ്യം വന്നു. ഇതിന് നബി പറഞ്ഞ മറുപടി, ശത്രുവിന്റെ മകളെ കല്യാണം കഴിക്കാൻ എന്നെ മാത്രമാണ് അള്ളാഹു അനുവദിച്ചത് എന്നായിരുന്നു. സ്വന്തം മകളുടെ ഭർത്താവിന് മറ്റൊരു ഭാര്യ കൂടി ഉണ്ടാകുന്നത് നബിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. ഇനി സഫിയ, ഖൈബർ യുദ്ധത്തിൽ പ്രവാചകന് യുദ്ധമുതലിന്റെ പങ്കാളിയെ കിട്ടിയ ഒരു ജൂത സ്ത്രീയാണ് സഫിയ. ഖൈബർ യുദ്ധത്തിൽ ഭർത്താവും പിതാവും അതിക്രൂരമായി വധിക്കപ്പെട്ട് അന്ന് തന്നെ ഖൈബറിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിയിൽ വെച്ച് സഫിയുമായി മുഹമ്മദ് നബി മധുവിധ് കൊണ്ടാടിയെന്നാണ് ചരിത്രം. ഭർത്താവും പിതാവും നഷ്ടപ്പെട്ട അന്ന് തന്നെ മറ്റൊരു പുരുഷൻ ശരീരം പങ്കിടേണ്ടി വന്ന ആ സ്ത്രീയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മാത്രമല്ല, ഭർത്താവ് മരിച്ചാലോ ഉപേക്ഷിച്ചാലോ ആ സ്ത്രീ 3 മാസം ഇരിക്കണമെന്ന് ഖുർആനിലൂടെ പഠിപ്പിച്ച മുഹമ്മദ് നബിക്ക് സഫിയുടെ കാര്യത്തിൽ അതൊന്നും പരിപാലിക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ മാരിയത്തുൽ ഖിബ്തിയ, ഈജിപ്തിലെ ഒരു ക്രിസ്ത്യൻ വനിതയായിരുന്നു അവർ. പ്രവാചകന് സമ്മാനമായി ഈജിപ്തിലെ രാജാവ് അയച്ചു കൊടുത്ത ഒരു അടിമയാണ് മാരിയത്തുൽ ഖിബ്തിയ. ഇബ്രാഹിം എന്ന ഒരു ആൺകുട്ടി മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്ന ഈ സ്ത്രീയിലൂടെയാണ്. ആ കുട്ടി ചെറുപ്പത്തിൽ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. പിന്നെ റൈഹാന, യഹൂദ ഗോത്രമായ വനോറയിലക്കാരിയാണ് റൈഹാന. യുദ്ധമുതലിൽ പ്രവാചകന്റെ പങ്കായി കിട്ടിയതാണ് ഇവള്. മതം മാറാൻ ഇഷ്ടപ്പെടാത്ത അവളെ പ്രവാചകൻ കരാറടിസ്ഥാനത്തിൽ വിവാഹം കഴിക്കുകയും അടിമ സ്ത്രീയായി തന്നെ പ്രവാചകന്റെ കീഴിൽ നിലനിർത്തുകയും ചെയ്തു.
ഇത് ഞാൻ പ്രവാചകന്റെ ചില പത്നിമാരെ കുറിച്ച് മാത്രം സൂചിപ്പിച്ചതാണ്. ഇനി മറ്റു പത്നിമാരുണ്ട്, വെപ്പാട്ടികളുണ്ട്, അടിമ സ്ത്രീകളുണ്ട്, സ്വന്തം ശരീരം ദാനം ചെയ്ത ഉമ്മു ശരീക്കിനെ പോലുള്ളവരുണ്ട്. ഹദീസ് പറയുന്നു, ആയിഷയിൽ നിന്ന് നിവേദനം, ലോകത്തിലെ 3 സംഗതികൾ പ്രവാചകനെ പ്രസാദിപ്പിച്ചിരുന്നു: സ്ത്രീകൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഭക്ഷണം എന്നിവയാണവ. ഇതേ അധ്യായത്തിൽ അനസിൽ നിന്നുള്ളൊരു വാർത്ത ഇതിങ്ങനെ പറയുന്നു: അള്ളാഹുവിന്റെ അപ്പോസ്തലൻ പറഞ്ഞു, സുഗന്ധദ്രവ്യങ്ങളും സ്ത്രീകളും എനിക്ക് വളരെ പ്രിയമാണ്. നബിയുടെയും ശിഷ്യന്മാരുടെയും കാര്യങ്ങൾ വിശദീകരിക്കുന്ന മിഷ്കാത്തിൽ അനസ് പറയുന്നു, സ്ത്രീകളെ പോലെ ഇഷ്ടപ്പെട്ട മറ്റ് യാതൊന്നും മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മതയുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുതിരകളോടുള്ളതിനേക്കാൾ താല്പര്യം സ്ത്രീകളോടായിരുന്നു. അവസാനം മുഹമ്മദ് നബിയെ കൊണ്ട് കെട്ടിച്ച മടുത്ത ആ ഭാര്യമാരുടെ പടലപ്പിണക്കങ്ങൾ കണ്ട് മടുത്ത പടച്ചോന് വിവാഹം അതിനൊരു സഡൻ ബ്രേക്ക് ഇട്ട് സൂറ 33:52 ഇങ്ങനെ പറയുന്നു: ഇനിമേൽ നിനക്ക് ഒരു സ്ത്രീയെയും വിവാഹം ചെയ്യാൻ അനുവാദമില്ല. ഇവർക്ക് പകരമായി മറ്റു ഭാര്യമാരെ സ്വീകരിക്കാനും പാടില്ല. അവരുടെ സൗന്ദര്യം നിന്നിൽ കൗതുകമുണർത്തിയാലും ശരി. എന്നാൽ അടിമ സ്ത്രീകൾ അതിൽ നിന്നൊഴിവാണ്. ഇവിടെയും അടിമ സ്ത്രീകളെ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ അള്ളാഹു സമ്മതം കൊടുക്കുന്നു. അതായത് അടിമകളാകുമ്പോൾ ഭാര്യമാർക്കുള്ളത് പോലെ ചിലവിന് കൊടുക്കുക, അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. ഇനി ചിലർ പറയാറുണ്ട്, മുഹമ്മദ് നബി തൻ്റെ നല്ല പ്രായത്തിൽ ഖദീജയുമൊത്ത് ഏകപത്നി വ്രതത്തിൽ കഴിഞ്ഞ ആളാണ്. നബിക്ക് ലൈംഗിക താല്പര്യങ്ങളിലൊന്നും താല്പര്യമില്ല. അത് വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി ഒരുപാട് വിവാഹം ചെയ്തതെന്നൊക്കെ. അങ്ങനെയെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. എങ്ങനെയാണ് ധാരാളം വിധവകൾ ഉണ്ടാവുന്നത്? സമാധാനത്തോടെ കഴിയുന്ന ഓരോ ഗോത്രങ്ങളെയും ആക്രമിച്ച് പുരുഷന്മാരെ കൊന്നൊടുക്കി സമ്പത്ത് കൊള്ളയടിച്ച് സ്ത്രീകളെ വീതം വെക്കുകയല്ലേ ചെയ്തത്? വിധവാ വിവാഹം പ്രവാചകൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തൻ്റെ ഭാര്യമാരെ തൻ്റെ മരണശേഷം മറ്റാരും കെട്ടാൻ പാടില്ലെന്ന് ആയത്തിറക്കി സൂറ 33:53. അതുകൊണ്ട് തന്നെ നബി മരിക്കുമ്പോൾ വെറും 16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആയിഷ ശേഷിച്ച 48 വർഷത്തോളം വിധവയായി ജീവിക്കേണ്ടി വന്നു എന്ന് നാം ഓർക്കണം. ഇനി നബിക്ക് ലൈംഗിക താല്പര്യം കൊണ്ടല്ല വിവാഹം ചെയ്ത് എന്ന് പറയുന്നവരോട് നിങ്ങൾ സഹീഹുൽ ബുഖാരി ഒന്ന് തുറക്കുക, പേജ് നമ്പർ 64, അധ്യായം 5, 188 ഹദീസ് ഒന്ന് വായിക്കുക. ഞാൻ വായിക്കാം. അനസിൽ നിന്ന്: നബി രാത്രിയും പകലും ഒരേ സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ ഭാര്യമാരുമായും ബന്ധപ്പെടാറുണ്ടായിരുന്നു. അവർ 11 പേരുണ്ടായിരുന്നു. 9 പേരാണെന്നും മുദ്രിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അനസിനോട് ചോദിച്ചു, അത് അദ്ദേഹത്തിന് സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, നബിക്ക് 30 ആളുകളുടെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇനി ബുഹാരിൽ നിന്ന് തന്നെ 1788 ഹദീസിൽ ജൗനിന്റെ മകളോട് നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു രാജ്ഞി അവളുടെ ശരീരം സാധാരണക്കാരന് ദാനം ചെയ്യുക എന്ന് പറഞ്ഞ് ചൂടാവുകയും നബി അവളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചപ്പോൾ ആ സ്ത്രീ താങ്കളിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു എന്ന് പറയുകയും ചെയ്തത് നമുക്ക് കാണാം. ബുഹാരിയിൽ തന്നെ 2086 ഹദീസിൽ ഉബാദത്തുബ്നു സാമിത്തിന്റെ ഭാര്യയുടെ മടിയിൽ അവരവിടെ ഇല്ലാത്തപ്പോൾ കിടന്നുറങ്ങുന്ന മുഹമ്മദ് നബിയാണ് നാം കാണുന്നത്. ഇനി ബുഹാരിയിൽ 67 യുദ്ധങ്ങൾ എന്ന അധ്യായത്തിൽ 1558 ഹദീസ്. അബൂ സയ്യിദ് ഖുദ്രിയയിൽ നിന്ന്: ബനു മുസ്തലഖ് യുദ്ധത്തിൽ ഞങ്ങൾ നബിയോടൊപ്പം പുറപ്പെട്ടു. അറബ് വനിതകളിൽപ്പെട്ട ഏതാനും ബന്ദികളെ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ ആ സ്ത്രീകളിൽ ആസക്തരായി. വിഭാരതം ഞങ്ങൾക്ക് ക്ലേശകരമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അസിൽ, അതായത് ശുക്ലം യോനിയിൽ പതിക്കാൻ അനുവദിക്കാതെ പുറത്തു കളയൽ ചെയ്യാൻ ആഗ്രഹിച്ചു. അസിൽ ചെയ്യാൻ തീരുമാനിക്കവേ ഞങ്ങൾ പരസ്പരം പറഞ്ഞു, നമുക്കിടയിൽ അള്ളാഹുവിന്റെ ദൂതർ ഉണ്ടായിരിക്കെ ചോദിക്കാതെ അസിൽ ചെയ്യുകയോ? അങ്ങനെ ഞങ്ങൾ അതേപ്പറ്റി നബിയോട് ചോദിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്താ? അന്ത്യനാൾ വരെ ഉണ്ടാകാനിരിക്കുന്ന ജീവാത്മാക്കളെല്ലാം ഉണ്ടാവുക തന്നെ ചെയ്യും. വളരെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇതെല്ലാം ഞാൻ യുക്തിവാദികളുടെ കിതാബിൽ നിന്നല്ല, നിങ്ങളുടെ കിതാബിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ പറയണം, ഇസ്ലാമിന്റെ പ്രവാചകന്റെ ലൈംഗിക ധാർമ്മികത കുത്തഴിഞ്ഞതോ അല്ലെങ്കിൽ നല്ലതായിരുന്നോ എന്ന്. അതിനുശേഷം മതി യുക്തിവാദികളെ വിധിക്കല്. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ഒരു മുസ്ലിമിനെ കുറിച്ച് ഇസ്ലാം മത പണ്ഡിതന്മാർ പറയും, അവൻ മുസ്ലിമായിക്കൊണ്ടവൻ മദ്യപിക്കില്ല. വ്യഭിചരിച്ചാൽ പറയും മുസ്ലിമായിക്കൊണ്ടവൻ വ്യഭിചരിക്കില്ല എന്ന്. അതുപോലെ കൊള്ളയടിക്കുകയോ പിടിച്ചു പറിക്കുകയോ അങ്ങനെ എന്ത് തന്നെ ചെയ്താലും അവനൊരു വിശ്വാസിയായിക്കൊണ്ട് അവനത് ചെയ്യില്ല. അതൊരു പൈശാചിക പ്രേരണയാണെന്നും മറ്റും പറയാറുണ്ട്. എന്നാൽ രണ്ട് വിശ്വാസികൾ പരസ്പരം ആയുധമെടുത്താൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്നാൽ ഇതും ഇസ്ലാമും തമ്മിൽ വല്ല ബന്ധവുമുണ്ട്. സിഫീൻ, ജമൽ പോലെയുള്ള യുദ്ധങ്ങളിൽ ഇരുഭാഗത്തും കൊല്ലപ്പെട്ടത് വിശ്വാസികളായിരുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് ജാഫറിന് അറിയുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമിൽ
വിശ്വാസികൾ തന്നെ പരസ്പരം കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഷിയ സുന്നി തർക്കം ഇസ്ലാം തുടങ്ങിയ കാലം മുതലേ വ്യാപനത്തിലുള്ളതാണ്. രണ്ടു വിഭാഗവും തങ്ങളാണ് സ്വർഗക്കാർ എന്ന് അവകാശപ്പെടുകയും തമ്മിൽ തല്ലി ചാവുകയും ചെയ്യുന്നു. കൊല്ലുന്നവനും വിളിക്കുന്നത് അല്ലാഹു അക്ബർ, ചാവുന്നവനും വിളിക്കുന്നത് അല്ലാഹു അക്ബർ, അത് കൊല്ലപ്പെടുന്നവൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് പറയുമ്പോൾ ഇതിന്റെ വേരുകളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഖുർആനിലെ അധ്യായം 24 അന്നൂറിലെ ആയത്ത് 1 മുതൽ 26 വരെ പറയുന്ന കാര്യം ആയിഷ സഫാൻ എന്നൊരു സംഭവത്തെക്കുറിച്ചാണ്. ഖുർആനിൽ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ട് വിശദീകരിച്ച് പറഞ്ഞ മറ്റൊരു അധ്യായം നമുക്ക് കാണാൻ കഴിയില്ല. ഹിജ്റ 5-ാം വർഷം ബനുൽ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ നബിയും സംഘവും മദീനക്കടുത്തുള്ള ഒരു സ്ഥലത്ത് താവളമടിച്ചിരുന്നു. രാത്രി താമസിച്ച് അവിടെ നിന്ന് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനായി ആയിഷ കുറച്ച് അകലേക്ക് പോയി. തിരിച്ചു വന്ന ആയിഷ തന്റെ മാല നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി. വീണ്ടും പോയി അത് തിരയുകയും കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും യാത്രാ സംഘം സ്ഥലം വിട്ടിരുന്നു. ആയിഷ യാത്ര ചെയ്ത ഒട്ടകവും മറ്റു ഒട്ടകവും കൂടെ പോയി കഴിഞ്ഞിരുന്നു. യാത്രാ സംഘത്തിൽ നിന്നും നഷ്ടപ്പെടാനിടയുള്ള സാധനങ്ങൾ ശേഖരിക്കാൻ നിയുക്തനായി പിറകെ വന്നിരുന്ന സഫ്വാൻ ബിൻ മുഅത്തൽ ആയിഷയെ വഴിയിൽ കണ്ടെത്തി. അയാൾ അവളെ സ്വന്തം ഒട്ടകപ്പുറത്ത് ഇരുത്തി മദീനയിൽ കൊണ്ടുവന്നു. ആ വാർത്ത കാട്ടു തീ പോലെ പടർന്നു. മുഹമ്മദ് നബിയുടെ ഭാര്യമാരിൽ ആയിഷയുടെ എതിർ ഗ്രൂപ്പിൽപ്പെട്ടവർ ഇതിന് വേണ്ടത്ര പ്രചാരണം കൊടുക്കുകയും ചെയ്തു. ചില ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ആയിഷയോട് ഏറെ താല്പര്യമുള്ള പ്രവാചകൻ യാത്രാ സംഘം പുറപ്പെടുമ്പോൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഇത്രയും സൈനികരും മറ്റും ഉണ്ടായിട്ടും യാത്ര പുറപ്പെടും മുമ്പ് ആരും അറിയാതെ മരുപ്രദേശത്ത് ഒറ്റപ്പെടാനും സഫ്വാന്റെ മാത്രം ശ്രദ്ധയിൽപ്പെടാനും ഉണ്ടായ കാരണം എന്താണ്? ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. യുദ്ധം കഴിഞ്ഞ് വരുന്ന വഴി സുന്ദരിയായ ജുവൈരിയ ബിൻത് ഹാരിസിനെ യുദ്ധത്തടവുകാരാക്കിയ ശേഷം പ്രവാചകൻ വിവാഹം ചെയ്യുകയുണ്ടായി. ഈ പുതിയ ബന്ധം നിമിത്തം നബി സ്വാഭാവികമായും ആയിഷയെ അവഗണിച്ചിരിക്കാനും അത് ആയിഷയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കാനും അങ്ങനെ ആയിഷ നബിക്കിട്ടൊരു പണി കൊടുത്തതാവാനും ഇടയുണ്ട്. ഗസാൻ ബിൻ സാബിത്ത്, ഹംന, മിസ്തഹബിന് ഉസാസ എന്നിവരായിരുന്നു ഈ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. നബിയുടെ മരുമകൻ അലിയും ആയിഷയെ തെറ്റുകാരിയാണെന്ന് വിശ്വസിക്കുകയും അതിനുള്ള ശിക്ഷ കൊടുക്കണമെന്നും വിശ്വസിച്ചിരുന്നു. എന്തായാലും മദീനയിൽ പ്രചരിച്ച ഈ ഊഹാപോഹങ്ങൾ നബിയെ വല്ലാതെ സങ്കടപ്പെടുത്തി. അത് മറികടക്കാനായി അള്ളാഹു അപ്പോഴേക്ക് ആയത്തിറക്കി കൊടുത്തു. അധ്യായം 24 അന്നൂർ 1 മുതൽ 26 വരെ, ഇതിൽ 26 വരെയുള്ള ആയത്താണിത്. ഇതിൽ ഖുർആനിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ 24:4 പറയുന്നു, 4 സാക്ഷികളെ ഹാജരാക്കാതെ ചരിത്രപതിയുടെ മേൽ നിങ്ങൾ കുറ്റം ആരോപിക്കുന്നവരെ നിങ്ങൾ 80 അടി വീതം അടിക്കുക. അവരുടെ സാക്ഷ്യം പിന്നീട് ഒരിക്കലും സ്വീകരിക്കരുത്. അവർ തന്നെയാണ് തമ്മാടികൾ. ഇവിടെ മേൽപ്പറഞ്ഞ 3 പേർ ആയിഷ തെറ്റ് ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടാണ് അള്ളാഹു 4 സാക്ഷികൾ വേണമെന്ന് പറഞ്ഞത്. ഇനി ഇത് 4 പേർ കണ്ടു എന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നെങ്കിൽ അള്ളാഹു അത് 5 സാക്ഷികൾ വേണമെന്ന് പറയുമായിരുന്നു. ഇവിടെ ഒരു ചോദ്യം, ഒരാണും ഒരു പെണ്ണും വളരെ രഹസ്യമായി ചെയ്യുന്ന ഏർപ്പാടിന് സാക്ഷികൾ ഉണ്ടാവുന്ന പ്രശ്നം ഇല്ലെന്നിരിക്കെ എങ്ങനെയാണ് 4 പേർ കാണാനിടയാവുക? കണ്ടു എന്ന് പറയുന്നവർ 4 ആളിൽ കുറഞ്ഞാൽ അടിക്കാനുമാണ് മുഹമ്മദ് അള്ളാഹുവിലൂടെ കൽപ്പിച്ചത്. ഇവിടെ തന്ത്രപൂർവ്വം നബി അള്ളാഹുവിനെ കൊണ്ട് ആയത്തിറക്കി ആയിഷയെ രക്ഷിക്കുകയാണ് ചെയ്തതെന്ന് ഏത് പൊട്ടനും മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ, ആയിഷയുടെ പേരിൽ കുറ്റാരോപണം നടത്തിയവർക്ക് അവർ 4 പേരില്ലെങ്കിൽ ഇത് പറയാൻ പാടില്ലെന്ന് മുമ്പ് അറിയുമായിരുന്നോ? കാരണം അപ്പോഴാണ് ആയത്തിറങ്ങിയതിന് ശേഷമുള്ള സംഭവങ്ങളിലാണ് അങ്ങനെയുള്ളവരെ ശിക്ഷിക്കേണ്ടത്. എന്നാൽ ആയിഷയെ പ്രസാദിപ്പിക്കാനായി നബി അവർക്ക് ശിക്ഷ നൽകുക തന്നെ ചെയ്തു. ഒരിക്കൽ വേദജ്ഞരും ഫരീസിയക്കാരും കൂടി വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ തങ്ങളുടെ മധ്യേ കൊണ്ടുവന്ന യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, മോശ നിയമത്തിൽ കൽപ്പിച്ചത് ഇത്തരക്കാരെ കല്ലെറിഞ്ഞ് കൊല്ലാനാണ്. താങ്കൾ ഇവളെ പറ്റി എന്തു പറയുന്നു എന്ന്. അപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന്. അങ്ങനെ ശിക്ഷ ദുർബലപ്പെടുത്തി യേശു ആ സ്ത്രീയെ രക്ഷിക്കുകയാണുണ്ടായത്. എന്നാൽ മുഹമ്മദ് നബിയുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ട ഗാംബദിയ ഗോത്രത്തിലെ വനിതയും മായിസുബിന് മാലിക് എന്ന പുരുഷനെയും അദ്ദേഹം കല്ലെറിഞ്ഞുകൊണ്ടാണ് ശിക്ഷിച്ചത്. എന്നാൽ ആയിഷയുടെ കാര്യത്തിൽ കല്ലെറിഞ്ഞ് കൊന്നുകൊണ്ടാണ് ശിക്ഷിച്ചത്. എന്നാൽ ആയിഷയുടെ കാര്യത്തിൽ മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ അള്ളാഹുവിനെ കൊണ്ട് വിചിത്രമായ ആയത്തുകൾ ഇറക്കി നബി സ്വജനപക്ഷപാതം കാണിച്ചു. ഇതോടുകൂടി ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, വ്യഭിചാര കുറ്റം വിവാഹിതർ നടത്തിയാൽ അവർക്ക് എറിഞ്ഞു കൊല്ലലാണ് ശിക്ഷ എന്ന ഖുർആൻ വാക്യം എഴുതി വെച്ചത് ആട് തിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു ആയിഷ. നബി മരിച്ച ഉടനെ തന്നെ അനുയായികൾ അധികാരത്തിനു വേണ്ടി അടി തുടങ്ങി. ആയിഷയ്ക്കെതിരെ നിന്ന അലിയും കൂട്ടരും ഒരു ഗ്രൂപ്പായി തീരുകയും ചെയ്തു. അധികാരം ഇവരുടെ കൈകളിലാണ് വന്നിരുന്നതെങ്കിൽ ആയിഷയുടെ കേസ് പുനർവിചാരണക്കെടുക്കാനും അങ്ങനെ ആയിഷയ്ക്ക് ഖുർആൻ വാക്യത്തിൽ പറയുന്ന ശിക്ഷ എറിഞ്ഞുകൊല്ലൽ തന്നെ ലഭിക്കാനും സാധ്യതയുള്ളതായി ആയിഷ മുൻകൂട്ടി കണ്ടു. അതിന് ആയിഷ കണ്ടുപിടിച്ച ഒരു ഉപാധി
മാറിയാണ് ഈ വാക്യം ആട് തിന്നുപോയി എന്ന് പറഞ്ഞ നാടകം. ഏതായാലും ആയിഷയുടെ ഈ മാല മുസ്ലിം ചരിത്രത്തിൽ നിർണായകമായ സംഭവമായി തീർന്നു. മുസ്ലിം ഐക്യത്തെ തകർത്തതും സുന്നി ഷിയ എന്നീ രണ്ടു വിഭാഗങ്ങളായി വിഭജിച്ചതിൻ്റെയും തുടക്കം ഈ മാലയാണ്. അനേകം യുദ്ധങ്ങൾ ആ കാലത്ത് തന്നെ അവർ നടത്തുകയുണ്ടായി. കക്കൂസിൽ പോകുമ്പോൾ ഏത് കാല് വെക്കണം, തലക്കെട്ട് എത്ര ഡിഗ്രി ചരിച്ചു കെട്ടണം, വെള്ളമില്ലാത്തിടത്ത് മൂത്രമൊഴിച്ചാൽ എത്ര ഒറ്റക്കല്ല് മുട്ടിയാലാണ് കൂടുതൽ കൂലി കിട്ടുക തുടങ്ങി ഒരു പ്രാധാന്യവുമില്ലാത്ത അള്ളാഹുവും പ്രവാചകനുമില്ലാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹും പ്രവാചകനും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്ലാമിൽ ഒരു ഭരണാധികാരിയെ എങ്ങനെ തീരുമാനിക്കണമെന്ന്, മുഹമ്മദ് നബിക്ക് ശേഷം ആര് ഭരണാധികാരം ഏറ്റെടുക്കണമെന്നോ അള്ളാഹു പറയാൻ മറന്നുപോയി. നബി മരിച്ച ഉടനെ അള്ളാഹു സ്ഥലം വിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അധികാര തർക്കത്തിൽ 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പോരടിച്ചു അനുയായികൾ. 7 അജുവ കാരക്ക ദിവസവും കഴിച്ചാൽ അന്നേ ദിവസം ഒരു മാരണവും ഏൽക്കില്ലെന്ന് പറഞ്ഞ പ്രവാചകൻ ഒരു ജൂത സ്ത്രീ ഭക്ഷണത്തിൽ കൊടുത്ത വിഷം പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. നബിയുടെ മൃതദേഹം മറവ് ചെയ്യാതെ ദിവസങ്ങളോളം കിടന്നു എന്നതാണ് ചരിത്രം. നിങ്ങൾക്കറിയാമോ ജമൽ യുദ്ധം? നബിയുടെ ഭാര്യ ആയിഷയും നബിയുടെ മകളുടെ ഭർത്താവായ അലിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ജമൽ യുദ്ധം. ഉസ്മാന്റെ മരണശേഷം 4ാമത്തെ ഖലീഫ ആരാവണമെന്നതിനെ അലി ഖലീഫയാകുന്നതിനെ എതിർത്തു ആയിഷ. അങ്ങനെ അലിക്കെതിരെ ഒരു പട നയിക്കുകയും ചെയ്തു അവർ. ബദർ യുദ്ധത്തിൽ മരണപ്പെട്ടവരെക്കാളും അനേകം മടങ്ങ് ആളുകൾ മരിച്ചു വീണു. നബി പറഞ്ഞത് എന്താ? വിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ അവർ നരകത്തിലാണെന്ന്. എന്നാൽ ആദ്യം നരകത്തിൽ പോകുന്നത് അലിയും ആയിഷയുമായിരിക്കില്ലേ? ഇന്നും ഓരോ ദിവസവും പല മുസ്ലിം രാജ്യങ്ങളും ഷിയ സുന്നി കലാപം കത്തിപ്പടരുന്നു, പൊട്ടിത്തെറിക്കുന്നു, പള്ളി കത്തിക്കുന്നു. സമാധാനം എന്തെന്നറിയാത്ത ഒരു ജനതയാണ് അവിടെയുള്ളത്. ഇസ്ലാം ഉള്ളിടത്തൊന്നും സമാധാനവുമില്ല. സമാധാനം തേടി സ്വപ്നഭൂമി തെരഞ്ഞ് അവർ പോകുന്നതോ മതമില്ലാത്ത നാട്ടിലേക്കോ ക്രിസ്തുമത രാജ്യത്തേക്കാണ്. അവരാണ് അവർക്ക് അഭയം കൊടുക്കുന്നതും. ഇപ്പോൾ സംവാദത്തെക്കുറിച്ചുള്ള ഉത്തരങ്ങളും മറു ഉത്തരങ്ങളുമാണല്ലോ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് മീഡിയകളിൽ. അപ്പോൾ ഗോത്രകാല മനുഷ്യന്റെ ചിന്തയിൽ നിന്നുരുത്തിരിഞ്ഞത്, അതായത് ഗോത്രകാലത്തെ അറിവിൽപ്പെട്ട, അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് എന്ത് തന്നെ ആയാലും അതിൽപ്പെട്ട അറിവുകളല്ലാത്ത ഇന്ന് ആധുനിക ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ശാസ്ത്രീയതയും ഖുർആനിൽ ഇല്ലെന്നും അങ്ങനെ ആധുനിക ശാസ്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ഖുർആനിലുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഇസ്ലാമിലെ സത്യസാക്ഷ്യ വാചകം ചൊല്ലി മുസ്ലിം ആയിക്കൊള്ളാം എന്ന് ജബ്ബാർ മാഷ് പറയുകയും ജബ്ബാർ മാഷിന്റെ വെല്ലുവിളികൾ പല ആൾക്കാരും മറുപടികളുമായി വരികയും ചെയ്തു. വെല്ലുവിളി ഏറ്റെടുത്തത് എം എം അക്ബർ മാത്രമാണ്. എം എം അക്ബറിനോടും ബാലുശ്ശേരിയോടും സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്നായിരുന്നു ജബ്ബാർ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പൊ കുറച്ച് ദിവസമായി അടിക്കടി നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ജബ്ബാർ മാഷെ വളരെ ഇകഴ്ത്തിക്കൊണ്ട് ധൈര്യമുണ്ടോടാ എന്നൊക്കെ ചോദിച്ച് ഗോദയിൽ ഇറങ്ങി വെല്ലുവിളിക്കുന്ന രൂപത്തിലൊക്കെ ഒരുപാട് വീഡിയോസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതായത് സംവാദത്തിന്റെ തരംഗങ്ങളെ കുറിച്ച്. മുജാഹിദ് ബാലുശ്ശേരിയോട് വളരെ ബഹുമാനമുള്ള ആളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടാണ് ഇസ്ലാമിന്റെ സംസ്കാരം ഇത്ര അധപ്പതിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെപ്പോലെ പലരെയും മതത്തിൽ നിന്ന് പുറത്തു പോരാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ തീർച്ചയായും ബഹുമാനിക്കണമല്ലോ. സദാ വളരെ മാന്യനും നിഷ്കളങ്കനുമായ ജബ്ബാർ മാഷ് അദ്ദേഹം തെറി വിളിച്ചത് കേട്ടപ്പോൾ എത്ര നികൃഷ്ടമാണ് ബാലുശ്ശേരിയുടെ സംസ്കാരം എന്നോർത്ത് ലജ്ജ തോന്നി എനിക്ക്. തങ്ങൾക്ക് വിവരമില്ലെന്നും സമൂഹം തങ്ങളെ വെറും കോമാളികളായാണ് കാണുന്നതും മനസ്സിലാക്കാൻ പോലും വിവരമില്ലാത്ത 2 മുസ്ലിയാക്കന്മാരുടെ പേരാണ് മുജാഹിദ് ബാലുശ്ശേരി എന്നതും റഹ്മത്തുള്ള ഖാസിമി എന്നതും. മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ തോന്നാറുണ്ട് അയാൾ മതേതര സാംസ്കാരിക കേരളത്തിന്റെ അഭിമാനമാണെന്ന്. അമ്പലത്തിനും ഉത്സവത്തിനും പിരിവ് കൊടുത്താൽ അത് വേശ്യാലയത്തിന് പണം കൊടുത്തതിന് തുല്യമാണെന്ന് പറയുകയും എന്നിട്ട് അമ്പലക്കമ്പനി ക്ഷണിച്ച പരിപാടിയിൽ ചെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പ്രസംഗിക്കുകയും സംഗീതം കേട്ട് ആരും നന്നാവില്ല എന്നും കേടുവരികയുള്ളൂ എന്നും ബാലുശ്ശേരിയുടെ പ്രഭാഷണം കേട്ടാണ് പലരും നന്നായതെന്നും അയാൾ പറയുന്നു. ശരിയാണ്, എന്നെപ്പോലുള്ള പലരും നന്നായത് അയാളുടെ പ്രഭാഷണം കേട്ടതുകൊണ്ട് തന്നെയാണ്. എത്ര വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിച്ചാണ് അയാൾ ജബ്ബാർ മാഷെ തെറി പറയുന്നത്. അതിനയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇസ്ലാമിന്റെ ദൈവമായ അള്ളാഹു തന്നെ ഖുർആനിൽ പലയിടത്തും തന്റെ അടിമകളായ ഇത്തിരി പോന്ന മനുഷ്യരുടെ പുലഭ്യം പറയുന്നുണ്ടല്ലോ. സൂറത്ത് 8:2 അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹുവിങ്കൽ ഏറ്റവും നികൃഷ്ട ജീവികൾ ഒന്നും ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഓമകളും ബദിരരുമാണെന്ന്. 24:4 പറയുന്നു,
24:4 തെമ്മാടികൾ എന്ന് വിളിച്ച് മനുഷ്യരെ അധിക്ഷേപിക്കുന്നു. 68, 10, 11, 12, 13 വലീദ് ബിനുൽ മുഹീറ എന്ന സമ്പന്നനെ മുഹമ്മദ് തന്റെ കൂടെ കൂട്ടാൻ ശ്രമിച്ച് നടക്കാതിരുന്നപ്പോൾ അള്ളാഹു ആ മനുഷ്യനെ നീചൻ, അതിക്രമി, മഹാപാപി, ക്രൂരൻ, തന്തയില്ലാത്തവനെന്നൊക്കെ വിവരിച്ച് പറഞ്ഞ് തെറിപ്പാട്ട് പാടുന്നു. 68, 16 വലീദിന്റെ മൂക്ക് അല്പം നീണ്ടതിനാൽ അയാളെ തുമ്പിക്കൈയുള്ളവനെന്ന് കളിയാക്കുന്നു. 96, 15 അബൂജഹലിനെ കൊടുമയുള്ളവനെന്ന് പരിഹസിക്കുന്നു. 98, 6 മുസ്ലിങ്ങളല്ലാത്തവരെ അള്ളാഹു തന്നെ സൃഷ്ടിച്ചിട്ട് സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടർ എന്ന് അള്ളാഹു തന്നെ വിളിക്കുന്നു. 108, 3 നബിക്ക് ആൺകുട്ടികൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ എതിരാളികൾ നബിയെ വാലറ്റൻ എന്ന് വിളിച്ചപ്പോൾ അള്ളാഹു അവരെ നീയല്ല അവർ തന്നെയാണ് വാലറ്റവൻ എന്ന് 1-ാം ക്ലാസ്സിലെ പിള്ളേരെ പോലെ കൊഞ്ഞനം കുത്തുന്നു. 111, 1 അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോകട്ടെ എന്ന് ശാസിക്കുന്നു. 111, 4 അബൂലഹബിന്റെ ഭാര്യയെ വിറക് ചുമക്കുന്നവൾ എന്ന് അധിക്ഷേപിക്കുന്നു. കാരുണ്യവാനായ ഒരു ദൈവമാണ് തന്റെ പാവം സൃഷ്ടികളെ താൻ വിചാരിച്ചാൽ നന്നാക്കാമെന്നിരിക്കുക അതിന് ശ്രമിക്കാതെ സകല മനുഷ്യ വികാരത്തോടും കൂടി പുലഭ്യം പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ ഖുർആൻ വചനങ്ങൾ ദൈവത്തിൻ്റെതാണോ മുഹമ്മദിന്റെ ആണോ എന്ന് നമുക്ക് ആക്കാൻ പറ്റും. ആ സംസ്കാരത്തിന്റെ പിന്മുറക്കാരനാണല്ലോ ബാലുശ്ശേരിയും. ഖുർആനിൽ ശാസ്ത്രമുണ്ടോ എന്ന് തെളിയിക്കാൻ ഒരു ജബ്ബാർ മാഷിന്റെയും ആവശ്യമില്ല. മുൻവിധിയും പക്ഷപാതവും ഇല്ലാതെ വായിക്കുന്ന ഒരു 5-ാം ക്ലാസ്സുകാരന് മനസ്സിലാവും അത് ശാസ്ത്രീയ പൊട്ടത്തരങ്ങളും കെട്ടുകഥകളും കോമഡികളുമാണെന്ന്. ആദ്യമേ മതം തലക്ക് വെച്ച് വായിക്കുമ്പോഴാണ് അത് മഹത്തരമാകുന്നത്. എത്രയോ കാലമായി ഇവരെയൊക്കെ ജബ്ബാർ മാഷ് സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഒരുത്തനെയും കണ്ടിട്ടില്ല. ഇപ്പോൾ ചിലർ വന്നിരിക്കുന്നു. ജബ്ബാർ മാഷ് വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ ബാലുശ്ശേരി ശരിക്കും ഇപ്പൊ പരങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ വെല്ലുവിളിക്കുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ കുറേ പേരുണ്ടാവുമെന്ന് പറഞ്ഞ് ആളെ കൂട്ടാൻ നോക്കുകയാണ് ബാലുശ്ശേരി. താങ്കൾ സ്വന്തം വരികയാണെങ്കിൽ ഒരു ജബ്ബാർ മാഷം വേണമെന്നില്ല. താങ്കളോട് ഏറ്റുമുട്ടാൻ എന്നെപ്പോലുള്ള ഇസ്ലാം വിട്ട യുവതലമുറയിലെ അനേക കാര്യങ്ങൾ ഒരുക്കമാണെന്ന് താങ്കൾ അറിയണം. സോഷ്യൽ മീഡിയ വന്നപ്പോൾ നിങ്ങളുടെ വയല് പരമ്പര എന്ന കച്ചവട പരമ്പരയുടെ നിങ്ങൾ പറയുന്ന വൃത്തികേടുകൾ ഞങ്ങൾ സമൂഹത്തിന് മുന്നിലിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ വിയർക്കുന്നുണ്ടല്ലേ? നിങ്ങളുടെ ബിസിനസ്സിന് കോട്ടം തട്ടുന്നുണ്ടല്ലേ? പണ്ടൊക്കെ വയല് പറഞ്ഞ് മുസ്ലിയാക്കന്മാർക്ക് പൈസയും വാങ്ങി പോയാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ യുക്തിവാദികൾക്ക് മറുപടി പറയലായി അവരുടെ പ്രധാന ജോലി. ഒരു മുസ്ലിം ഈ അടുത്ത കാലത്തായി പറയുന്നത് കേട്ടു, രക്തസാക്ഷിയായി മരിച്ച സലാഹുദ്ദീന്റെ മരണം വെറുതെ ആവുന്നില്ല. അള്ളാഹു അയാളെ മുറിവുകളോടെ തന്നെ 72 ഹൂറികളുമായി കാത്തിരിക്കുകയാണ്. ആ 72 ഹൂറികളുടെ റാണിയാകും നാളെ സലാഹുദ്ദീന്റെ ഭാര്യ. ഒരു പെണ്ണിന് ഏറ്റവും അനിഷ്ടകരമായ കാര്യം എന്താണ്? ഈ മൊയ്ലിയാർ സമയം കിട്ടുമ്പോൾ അയാളെ ഭാര്യയോട് ഒന്ന് ചോദിക്കണം. കള്ള് കുടിച്ചാലോ പുക വലിച്ചാലോ ഒക്കെ ഒരു പക്ഷേ ഭാര്യമാരെ ക്ഷമിച്ചെന്നിരിക്കും. എന്നാൽ തൻ്റെ ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്നറിയുമ്പോൾ അവർക്കത് ക്ഷമിക്കാൻ കഴിയില്ല. ആ സ്ഥാനത്താണ് സ്വർഗത്തിൽ ഒരുവന്റെ ഭാര്യ ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ആരാണ് കിടക്കേണ്ടത്, നാളെ ആരാണ് കിടക്കേണ്ടതെന്ന് കണക്കെടുത്ത് അവരുടെ റാണിയാവുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിൽ ഈ ലോകവും അവർ പറയുന്ന പരലോകവും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ശവപ്പറമ്പാണ്. ഇനി വേറൊരു പ്രശ്നത്തിന് ഈ മുല്യാർ ഉത്തരം പറയണം. മുസ്ലിമിന് 4 കെട്ടാലോ? അപ്പോൾ രക്തസാക്ഷിയായി മരിച്ച് സ്വർഗത്തിൽ പോകുന്നതിന് 4 ഭാര്യമാരുണ്ടെങ്കിൽ അതിൽ ആരായിരിക്കും ഹോറുകളുടെ റാണി? ഏതായാലും ജബ്ബാർ മാഷുമായുള്ള സംവാദം തിരക്കൊഴിഞ്ഞ ഒരു ഹൈവേയുടെ അടുത്ത് വെച്ച് നടത്തുന്നതാവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാലുശ്ശേരിക്കും കൂട്ടർക്കും ഉത്തരം മുട്ടുമ്പോൾ എളുപ്പത്തിൽ അതുവഴി ഇറങ്ങി ഓടാമല്ലോ. ഖുർആനിൽ വിശ്വാസികളോടൊരു പ്രയോഗമുണ്ട്, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും ഭയപ്പെടേണ്ടി വരികയില്ല, ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന്. എന്നാൽ ഇസ്ലാം പ്രമാണമാക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികളായ ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യത്ത് വിശ്വാസികൾ തന്നെ പരസ്പരം ഭയക്കേണ്ടി വരുന്നു. കൊല്ലുന്നു, കൊല്ലപ്പെടുന്നു, രണ്ടും അള്ളാഹുവിന് വേണ്ടിയാണ് എന്നാണല്ലോ വെപ്പ്. എന്നാൽ ഇന്ന് ഇസ്ലാമിക രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് പോലും പരസ്പരം ഭയപ്പെടാതെ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ കണ്ട്, അതായത് കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും കണ്ട് കണ്ണും കെട്ടി നോക്കിയിരിക്കുന്ന ഒരു പടച്ചോൻ. നമുക്കറിയാം, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് നാവ് മുറിച്ച് നട്ടെല്ല് തകർത്ത് കൊന്നപ്പോൾ ആ കുട്ടിയും ഉള്ളുരുകി ദൈവമേ എന്ന് വിളിച്ചിരിക്കുമല്ലോ. ആ വിളി കേട്ടിട്ടും ആ കുട്ടിയെ കടാക്ഷിക്കാത്ത ഒരു ദൈവം പലപ്പോഴും നിസ്സഹായനായി പോവുകയാണോ?
ഇപ്പോൾ ലോകം മൊത്തം കൊറോണ വൈറസ് കാരണം അത്യധികം ആശങ്കയിൽ കഴിയുന്ന ഒരു സമയമാണല്ലോ. ഈ പശ്ചാത്തലം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ചോദ്യത്തെ പരിശോധിക്കാം. ആദ്യം വൈറസ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്യുകയും അവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ മുസ്ലിം സുഹൃത്തുക്കളുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു നിന്നത് ചൈനയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നത് കൊണ്ടും അവിടെ മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നതിനെ എതിർത്തത് കൊണ്ടുമൊക്കെയാണ്. അള്ളാഹു അവർക്ക് ഇട്ടൊരു പണി കൊടുത്തതാണ്. ഇപ്പോൾ എന്തായി, അവർ എല്ലാവരും പർദ്ദ പോലുള്ള വസ്ത്രം തന്നെ ധരിക്കേണ്ടി വന്നില്ലേ എന്നൊക്കെയായിരുന്നു പ്രചരണങ്ങൾ. അങ്ങനെ പല മുസ്ലിം വയല് പറയുന്നത് പോലെ നമ്മൾ കേൾക്കുകയുണ്ടായി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ലോകം മൊത്തം വ്യാപിച്ചു എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളുടെ തറവാടായ മക്കയിലും മദീനയിലും തകർത്താടുകയും ചെയ്തു. സൗദിയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളും മരണവും റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളായി മക്കയും മദീനയും മാറുകയും ചെയ്തു. അതായത് രോഗാണുവിന് ജാതിയും മതവും വിശുദ്ധ സ്ഥലവും ഒന്നും നോക്കാൻ സമയം കിട്ടില്ല എന്ന് സാരം. ലോകത്തെ എല്ലായിടത്തും തന്നെ സകല മതങ്ങളുടെയും ആചാരങ്ങൾക്ക് കുറച്ചു കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. ക്ഷേത്രങ്ങൾ അടച്ചു, കുർബാനയും മദ്രസ ക്ലാസ്സും ഒക്കെ ഓൺലൈനാക്കി മാറ്റി, കൂട്ടനിസ്കാരം നിർത്തിവെച്ചു, ജുമ നിർത്തിവെച്ചു. തുടർച്ചയായി ജുമ മുടങ്ങിയാൽ ദജ്ജാലിനെ ബന്ധിപ്പിച്ച ചങ്ങല ദജ്ജാൽ സ്വയം നക്കിപ്പൊട്ടിച്ച് ദജ്ജാൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ടും കുറേ ആഴ്ച ജുമ മുടങ്ങിയിട്ടും ദജ്ജാൽ വന്നില്ല. ഉംറയില്ല, തവാഫില്ല, മൃഗബലിയില്ല, മൗലൂദില്ല, മുടിവെള്ള വിൽപ്പനയില്ല, ദർസുകളില്ല, അറബി കോളേജുകളില്ല, ദീനീ പഠന കേന്ദ്രങ്ങളില്ല, നേർച്ചകളില്ല, മയ്യത്ത് യാത്രകളില്ല, ഖുർആൻ പഠന ക്ലാസ്സുകളില്ല, ഖബർ സന്ദർശനവും പൂജകളുമില്ല, കുത്തറാത്തീബില്ല. ഇങ്ങനെ എല്ലാ മത ആചാരങ്ങളും നിർത്തിവെക്കേണ്ടി വന്നു. തൊട്ടൊഴിഞ്ഞും കെട്ടിപ്പിടിച്ചും ചരട് കെട്ടിയും മന്ത്രിച്ചുപോയി രോഗം സുഖപ്പെടുത്തുന്ന പല ആദൈവങ്ങളും കണ്ടം വഴി ഓടി. എന്തിനേറെ പറയണം, 3 ആഴ്ച തുടർച്ചയായി ജുമയ്ക്ക് പള്ളിയിൽ പോയില്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹു മുദ്ര വയ്ക്കുമെന്നും അവൻ നരകാവകാശിയാണെന്നും വിശ്വസിക്കുന്നവർ നരകം കിട്ടിയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഗവൺമെന്റ് പറയുന്നത് അനുസരിച്ചാൽ മതി എന്നും ഞങ്ങൾക്ക് രോഗം വരാതെ ജീവിച്ചാൽ മതി എന്നുമുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്ന വിചിത്ര കാഴ്ചയാണ് നാം കണ്ടത്. ശാസ്ത്രമാണ് ഗവൺമെന്റ് പറയുന്നത്, അത് രോഗം പടരാതെ തടയണം, മറ്റു രീതികൾ കൊണ്ടൊന്നും രോഗം മാറില്ല എന്നൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കൈകൊടുത്ത് സലാം പറയലും കെട്ടിപ്പിടുത്തമൊക്കെ നിർത്തി. ഉംറയ്ക്ക് ഇറാം കെട്ടിയ ആൾക്കാരെ പോലും വിമാനത്തിൽ നിന്ന് മടക്കി അയക്കുകയും സൗദി അറേബ്യ അവരുടെ വിസ റദ്ദ് ചെയ്യുകയും ഉണ്ടായത്. ഉംറ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ഈ സമയത്ത് ഖുർആനിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. 2-ാമത്തെ സൂറത്ത് അൽ-ബഖറ 125-ാമത്തെ ആയത്ത് പറയുന്നു, ഓർക്കുക, ആ ഭവനത്തെ നാം ജനങ്ങളുടെ മഹാസംഗമ സ്ഥാനമാക്കി മാറ്റി, നിർഭയമായ സങ്കേതവും. അതായത് ആ ഭവനം എന്നാൽ മക്കയിലെ ഹറം എന്നാണ് അർത്ഥം. ഇനി സൂറത്ത് 3 അൽ ഇമ്രാനിലെ 96-97 ആയത്ത് പറയുന്നു, തീർച്ചയായും മനുഷ്യർക്കായി ഉണ്ടാക്കിയ ആദ്യ ദേവാലയം മക്കയിലേത് തന്നെ. അത് അനുഗ്രഹീതമാണ്, ലോകർക്കാകെ വൈകാട്ടിയും. അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇബ്രാഹിമിന്റെ പ്രാർത്ഥനാ സ്ഥലം, അവിടെ പ്രവേശിക്കുന്ന നിർഭയനായിരിക്കും. ഇനി സൂറ 5 അൽ-മാഇദ 97 എടുത്താൽ, ആദരണീയമായ മന്ദിരമായ കഅബയെ അള്ളാഹു മനുഷ്യരാശിയുടെ നിലനിൽപ്പിനുള്ള ആധാരമാക്കിയിരിക്കുന്നു. ഇനി സൂറ 28 അൽ-ഖസസിലെ 57, എന്നാൽ നിർഭയമായ ഹറം നാം അവർക്ക് വാസസ്ഥലമായി ഒരുക്കി കൊടുത്തില്ലേ. സൂറ 29 അൽ-അൻകബൂത്ത് 67, അവർ കാണുന്നില്ലേ നാം നിർഭയമായ ആദരണീയമായ സ്ഥലം ഏർപ്പെടുത്തി കൊടുത്തത്. ഈ ആയത്തിലൊക്കെ തന്നെ പറയുന്നത് കഅബ നിർഭയമായ ഭവനമാണ്, അവിടെ പ്രവേശിക്കുന്നവൻ ഭയപ്പെടേണ്ടതില്ല, അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനുള്ള ആധാര കേന്ദ്രമാണ് എന്നൊക്കെയാണ്. പക്ഷെ 3 വർഷം മുമ്പ് തന്നെ ക്രൈം പൊട്ടി വീണ് 2000-നടുത്ത് ആൾക്കാർ അവിടെ മരിച്ചു. പല കാലത്തും തിക്കിലും തിരക്കിലും പെട്ട് ടെന്റിന് തീ പിടിച്ചുമൊക്കെ അവിടെ പോയ ധാരാളം ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതുപോട്ടെ, ഒരു കൊറോണ വന്നപ്പോഴേക്ക് അള്ളാഹു നിർഭയമായ ഭവനമാണ് എന്ന് പറഞ്ഞിട്ടും അള്ളാഹു അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നോളൂ എന്നല്ല സൗദി ഗവൺമെന്റ് പറഞ്ഞത്. അവർ ശാസ്ത്രത്തിന്റെ ഉപദേശം സ്വീകരിക്കുകയുണ്ടായത്. ജനങ്ങൾ ഒത്തുകൂടിയാൽ രോഗം പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുമെന്ന് അവർ മനസ്സിലാക്കി തൽക്കാലത്തേക്ക് ഉംറ നിർത്തിവെക്കുകയും ഹജ്ജ് പേരിന് മാത്രം നടത്തുകയുമാണ് ഉണ്ടായത്. അതുപോലെ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ഒരുപാട് രോഗശമന ഔഷധങ്ങളുണ്ട്. ഒരു മുസ്ലിം ലോകവും അതൊന്നും നിർദ്ദേശിച്ച് കണ്ടില്ല. സംസം വെള്ളം എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണെന്ന് വിശ്വസിച്ചിട്ടും സൗദി ഗവൺമെന്റ് പോലും അതിനെ പ്രൊമോട്ട് ചെയ്തില്ല. എന്തിനേറെ, കൈ കഴുകാൻ വരെ ഇസ്ലാം നിഷിദ്ധമാക്കിയ മദ്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ വേണ്ടി വന്നു എല്ലാ ഇസ്ലാമിസ്റ്റുകൾക്കും എന്നതാണ് കൗതുകരം. പിന്നെ മുസ്ലിം സമൂഹം ചരിത്രത്തിലുടനീളം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. രാജ്യാന്തര കലഹങ്ങളും ആഭ്യന്തര കലാപങ്ങളുമായി സമാധാനം നഷ്ടപ്പെട്ട ഒരു ജനതയായി അവർ മാറി. ഇന്ത്യയെ മുറിച്ച് മുസ്ലിം രാജ്യമായി പാകിസ്ഥാൻ ഉണ്ടാക്കാൻ മുറവിളി കൂട്ടിയപ്പോൾ മുൻപന്തിയിലുണ്ടായിരുന്ന അവിടുത്തെ സുന്നികളോടൊപ്പം ഷിയാക്കളും അഹമ്മദിയക്കാരും. എന്നാൽ ഇന്ന് സുന്നികൾ ന്യൂനപക്ഷമായ ഷിയാക്കളെയും അഹമ്മദിയക്കാരെയും ആട്ടി ഓടിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇറാഖും ഇറാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും സിറിയയും യമനും ഈജിപ്തും സൊമാലിയയും കെനിയയും തുടങ്ങി ഭൂരിപക്ഷം മുസ്ലിം രാജ്യങ്ങളും സമാധാന സ്വപ്നം പോലും കാണാൻ കഴിയാത്തവരായി മാറിയിരിക്കുന്നു. റോഹിംഗ്യകളും ഉയ്ഗൂർ മുസ്ലിങ്ങളും നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് ഈ വിശ്വസിച്ചവരെ രക്ഷിക്കുന്ന ഒരു ദൈവം? ഏത് കാലത്താണ് ചരിത്രത്തിൽ അങ്ങനെ ഒരു ദൈവത്തെ നാം കണ്ടത്? 1400 വർഷം കഴിഞ്ഞിട്ടും 20% മാത്രം ജനസംഖ്യയിൽ എന്തേ പിടിച്ചു നിർത്തി? ലോകത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിലൊന്നും എന്തുകൊണ്ട് എത്തിപ്പെടാൻ അവർക്ക് പറ്റാതെ പോയി? ഇതൊക്കെ വിശ്വാസികളൊന്ന്
അവലോകനം ചെയ്യണം, എന്നിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. പിന്നെ ബാബരി മസ്ജിദിന്റെ വിധിയെക്കുറിച്ച് ചോദിച്ചു. അവിടെ പള്ളി ഉണ്ടായിരുന്നോ? ഓ ഉണ്ട്. അവിടെ മുസ്ലിം ആരാധനാലയം ഉണ്ടായിരുന്നോ? ഉണ്ട്. പള്ളിയിൽ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചതായിരുന്നോ? അതെ. പള്ളി 92 പൊളിച്ചിട്ടുണ്ടോ? ഉണ്ട്. എല്ലാം കോടതി സമ്മതിക്കുകയും പള്ളി പൊളിച്ചത് മോശമായി പോയി എന്ന് നിരീക്ഷിക്കുകയും അതുകൊണ്ട് ഇത് ഹിന്ദുക്കൾക്ക് അങ്ങ് കൊടുക്കുന്നെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു വിചിത്ര വിധിയാണ് നമ്മളിവിടെ കണ്ടത്. അത് പോട്ടെ. പക്ഷേ എനിക്ക് മുസ്ലിം സമൂഹത്തോട് ഈ വിധിയുമായി ചോദിക്കാനുള്ള തമാശകരമായ ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം പള്ളി നിന്ന സ്ഥലം ഹിന്ദുക്കൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള 5 അംഗ ബെഞ്ചിന്റെ വിധി വന്നല്ലോ. അടുത്ത കാലത്ത് പള്ളി പൊളിക്കാൻ പ്രേരണ കൊടുത്ത കുറ്റവാളികളെ രേഖപ്പെടുത്തിയവരെല്ലാം ഇപ്പോൾ തെളിവിന്റെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടയക്കുകയും ചെയ്തു. ഈ വിധിയിലൊക്കെ അസംതൃപ്തരായി മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം പ്രതിഷേധിക്കുകയും മുസ്ലിം വ്യക്തിനയം ബോർഡും മറ്റും കോടതിക്ക് പുനഃപരിശോധന ഹർജി കൊടുക്കുകയും ഉണ്ടായി. ഖുർആനിലുടനീളം പറയുന്നതും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതും അള്ളാഹു സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, യുക്തിമാനാണ് എന്നും അവനറിയാതെ ഒരു കാര്യവും നടക്കില്ല, എല്ലാ കാര്യങ്ങളും അവനാണ് നടത്തുന്നതും എന്നൊക്കെയാണല്ലോ. ആ അള്ളാഹുവിന്റെ ഒരു വീട് മറ്റൊരു കൂട്ടർക്ക് കൊടുക്കണമെങ്കിൽ അത് അള്ളാഹു തന്നെ ചെയ്തതല്ലേ? അള്ളാഹുവിന് വേണമെങ്കിൽ ആ 5 അംഗങ്ങളെ കൊണ്ട് വിധി മാറ്റി പറയിക്കാൻ കഴിയുമായിരുന്നില്ലേ? യുക്തിമാനായ അള്ളാഹു എന്തെങ്കിലും യുക്തി കണ്ടത് കൊണ്ട് തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത്? അപ്പോൾ അള്ളാഹുവിന്റെ ഒരു തീരുമാനത്തല്ലേ ഇവിടെ മുസ്ലിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? അപ്പോൾ പുനഃപരിശോധന ഹർജി കൊടുക്കേണ്ടത് അള്ളാഹുവിനല്ലേ? കസേരകളോട് മാത്രം സംസാരിച്ചിരുന്ന, യുക്തിവാദ സദസ്സുകളിൽ ആളുകളില്ലാതിരുന്ന, യുക്തിവാദം പറയാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് യുക്തിവാദികൾ, മതം ഉപേക്ഷിച്ചവർ പറയുന്നത് കേൾക്കാൻ ആയിരങ്ങൾ കാതോർത്ത് കാത്തു നിൽക്കുന്നു. ജാഫറിന്റെ 2ാം എപ്പിസോഡ് കൂടി ആവശ്യപ്പെട്ട, അത് ശ്രവിക്കുന്ന, അതിനെ അനലൈസ് ചെയ്യുന്ന നമ്മുടെ മാന്യ ശ്രോതാക്കളായ സുഹൃത്തുക്കളോട് എന്താണ് ജാഫറിന് പറയാനുള്ളത്? എനിക്കറിയാം, ഒരു നല്ല വിശ്വാസിക്ക് വളരെ പ്രകോപനമുണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞ പലതുമെന്ന്. പക്ഷെ എന്റെ നേരെയും അതുപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മറ്റു ആൾക്കാരുടെ നേരെ പ്രകോപനത്തിന്റെ ചാട്ടുളിയുമായി പാഞ്ഞു വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഖുർആനിലെ ആയത്തുകൾ, ഹദീസുകൾ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കാനുള്ള സാമാന്യ ക്ഷമ നിങ്ങളൊന്ന് കാണിക്കണം. ഞാനും പണ്ടൊക്കെ ഇസ്ലാമിനെ പറ്റി മോശം പരാമർശം കേട്ടത് വളരെ വൈകാരികമായി പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വിശുദ്ധ കിതാബുകളുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1000 പൂക്കളുടെ മണമുള്ള സോപ്പ് കൊണ്ട് തേച്ചു വെളുപ്പിച്ച് വ്യാഖ്യാനിച്ചാലും, നിങ്ങൾ ഏത് വ്യാഖ്യാന ഫാക്ടറിയിൽ കിടത്തിയിട്ട് കുളിപ്പിച്ചെടുത്താലും നിങ്ങളുടെ കിതാബുകളിൽ ഈ അസംബന്ധങ്ങളൊക്കെ നിലനിൽക്കുക തന്നെ ചെയ്യും. അത് കണ്ടെത്തി ചിന്തിക്കുന്ന ഒരു തലമുറ വളരുകയും മതം വിട്ട് മനുഷ്യരാകുന്ന ഒരു നാളെ പുലരുകയും തന്നെ ചെയ്യും എന്നതിൽ ഒരു സംശയവുമില്ല. നമ്മുടെ മതം വിട്ടവരുടെ എപ്പിസോഡ് ഏതാണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയും മതം വിട്ട പല ആൾക്കാരും മുമ്പോട്ട് വരാനുണ്ട്. അവർ മതം വിട്ടവരാണ്. നിർഭയത്വത്തോടുകൂടി അവരുടെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും അവർ മനസ്സിലാക്കിയ സത്യങ്ങളും പുറം ലോകത്തോട് തുറന്ന് പറഞ്ഞ് ധൈര്യം കാണിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ അവർക്കും നിർഭയത്വത്തോടു കൂടിയുള്ള ഒരു ജീവിതം ഈ ലോകത്ത് ലഭിക്കൂ. നമുക്ക് ചുറ്റും ലഭിക്കും. പരലോകത്തുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കുറച്ചാൾക്കാരെങ്കിലും മുന്നോട്ട് വരാൻ തയ്യാറായെങ്കിൽ മാത്രമേ മതം വിട്ടവരോടുള്ള മറുഭാഗത്തിന്റെ എതിർപ്പുകളും വിമർശനങ്ങളും വെറുപ്പുകളും കൊലവിളികളും തെറിവിളികളും അവസാനിക്കും. ഇപ്പൊ കണ്ടില്ലേ, ഷാർലി എബ്ദോയുടെ ഒരു കാർട്ടൂൺ ഒരു അധ്യാപകൻ അതിനെക്കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ എന്തായിരുന്നു? അദ്ദേഹത്തെ കൊന്നു. തല വെട്ടിയെടുത്ത് ഫേസ്ബുക്കിൽ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തു. അവരുടെ മനസ്സ് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്വന്തം സഹജീവിയുടെ കഴുത്ത് മുറിച്ച് കയ്യിലെടുക്കുന്നു, സെൽഫി പോസ്റ്റ് ചെയ്യുന്നു. എന്തോ ഒരു ധീര പ്രവർത്തനം ചെയ്ത ചാരിതാർത്ഥ്യത്തോടുകൂടി. എന്ത് സംഭവിച്ചു ഫ്രാൻസിലെ വിശ്വാസികൾക്ക് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ? അതുകൊണ്ട് ഇനി ആരും അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ പാടില്ല എന്നാണോ പറഞ്ഞത്? കൊല്ലപ്പെട്ട അധ്യാപകന് അവർ വീരചക്ര നൽകി. അദ്ദേഹത്തെ ധീരനായി പ്രഖ്യാപിച്ചു, ഡിക്ലെയർ ചെയ്തു. അത്തരം ഒരു പദവി നൽകി ആദരിക്കുകയാണ് ചെയ്തത്. എന്നിട്ടോ ഷാർലി എബ്ദോ വരച്ച കാർട്ടൂൺ ചിത്രങ്ങൾ ഫ്രാൻസ് മുഴുവനും സ്ഥാപിക്കാൻ മാക്രോൺ, അതായത് അവരുടെ ഭരണാധികാരി, ധൈര്യം കാണിച്ചു. അതെ, ഒരു തുള്ളി ചോരയിൽ നിന്ന് 1000 പേര് ഉയർന്നു വരണം.
ഒരാളുടെ ആവിഷ്കാരത്തെയും അവകാശത്തെയും ഹനിക്കുന്ന രൂപത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ഉയർന്നു വന്നാൽ 1000 ആൾക്കാർ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ സത്യം പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ ആശയം വളരൂ. ഇസ്ലാമിന്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഭീകരവാദങ്ങളും തീവ്രവാദങ്ങളും ലോകമറിയണമെങ്കിൽ അത്തരത്തിൽ ആൾക്കാർ ഭയക്കാതെ അവനവന്റെ ആശയം സത്യം മനസ്സിലാക്കിയ ആശയം തുറന്നു പറയാൻ തയ്യാറാകണം. അങ്ങനെ പല ആൾക്കാരും വരട്ടെ, അവരെ സ്വാഗതം ചെയ്യാം. നമുക്കിന്ന് നിർത്തിയേക്കാം. നന്ദി.